നിങ്ങൾ ഇപ്പോൾ കംഫർട്ട് സോൺ പൊളിച്ചാൽ നല്ല തൊഴിൽ മേഖലയിൽ കംഫർട്ടായിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ കംഫർട്ടായിട്ടിരുന്നാൽ ബാക്കി പറഞ്ഞോ. ക്ഷമിക്കാനാണോ കൂടുതൽ ട്രെയിൻഡ് ആകേണ്ടത്, അതോ പ്രശ്നങ്ങൾ വരുമ്പോൾ വായിൽ വരുന്ന വിളിച്ചു പറയാനാണോ കൂടുതൽ ട്രെയിനിങ് വേണ്ടത്? ഉന്മേഷം. ആര് പറഞ്ഞത്? ഉത്തരം തെറ്റ്. ഉന്മേഷം. പാട്ടോടെ അറിയാമോ? ഒരു പാട്ട് പാടാം. ആ ഫസ്റ്റ് കുതിപ്പിൽ തന്നെ അദ്ദേഹം വളരെ മുന്നിലോട്ട് പോയി കഴിഞ്ഞു. ഫസ്റ്റ് കുതിപ്പിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. എക്സാം വരെ കാത്തു നിൽക്കരുത്. ഇനി അടുത്തൊരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടുന്നവരെ ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടോ. നാക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, പ്രവൃത്തി ഒന്നുമില്ല. സാറ് കൃത്യം കണ്ടുപിടിച്ച് പറഞ്ഞു അല്ലേ? പ്രവേശിക്കുന്നു. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ ശക്തരാണ് എന്നുള്ളത് നമ്മുടെ ഈ ക്യാമ്പിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. പൊതുവെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത എന്താണ്? എനിക്ക് വലിയ ശക്തിയൊന്നും ഇല്ല. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം നമ്മുടെ മിക്കവാറും ഈ താരതമ്യങ്ങളാണ് നമ്മൾ കുറവുള്ളവരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം താരതമ്യം. ഉദാഹരണത്തിന് ഒരു പരീക്ഷ നടന്നു. പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ കൈകളിൽ പരീക്ഷ പേപ്പർ കിട്ടി, ആൻസർ ഷീറ്റ് കിട്ടി. ആൻസർ ഷീറ്റ് കിട്ടിയ ഉടനെ തന്നെ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ മാർക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാനല്ല, പിന്നെ അടുത്തുള്ളവന്റെ മാർക്ക് എത്രയാണെന്ന് നോക്കാനാണ്. ഈ നമ്മൾ എത്ര നേടി, നമുക്ക് എത്രയൊക്കെ കിട്ടി എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനം അടുത്തുള്ള ആൾക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? വെരി ഗുഡ്. അടുത്ത വീട്ടിലുള്ളവന് കറണ്ട് ഉണ്ടോ എന്ന് നോക്കും. അവന് കറണ്ട് ഇല്ലെങ്കിൽ ബാക്കി പറഞ്ഞോ. ആശ്വാസമായോ, സന്തോഷമായി. എടാ എനിക്കും വേണ്ട നിനക്കും വേണ്ട, ഞാനും നീയും അങ്ങ് ഇരുട്ടി കിടന്നോളാം എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് എപ്പോഴും അടുത്തവൻ എന്ത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറയും അവൻ എന്നെക്കാൾ മുമ്പിലാണ്, അവൻ എന്നെക്കാൾ ഉയർന്നവനാണ്, അവൻ എന്നെക്കാൾ മുൻപേ ഓടുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കുറഞ്ഞവനാണ് എന്നുള്ള ചിന്തയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ ചുരുക്കമായി ലളിതമായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ശക്തരാണ്. ഇപ്പൊ ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയും ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ ശക്തിയില്ല. ഇപ്പോഴാ കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായത്? ആര്? ഞാൻ ശക്തനാണ് എന്നുള്ള തിരിച്ചറിവ്. സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ ഈ പിന്മാറ്റത്തെക്കാൾ, അതായത് നമ്മുടെ തിരിച്ചുവരവ് എന്നുള്ളത് നമുക്ക് ഇതുവരെ കിട്ടിയ തിരിച്ചടിയേക്കാൾ ഭയങ്കര ശക്തമായിരിക്കും എന്നുള്ളതാണ്. പല തിരിച്ചടികൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. എൻ്റെ സാറേ വലിയൊരു തിരിച്ചടിയായിപ്പോയി എനിക്ക്. ഞാൻ ചോദിച്ചു എന്തോ പറ്റി, എന്തോ തിരിച്ചടി? അത് വാലന്റൈൻസ് ഡേക്ക് ഞാൻ 3 മാസമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന പണമെല്ലാം ഒരുമിച്ച് എടുത്ത് ഒരു വലിയൊരു ചോക്ലേറ്റ് വാങ്ങിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ തൊട്ട് കീഴെയുള്ള ക്ലാസ്, ഇവൻ എത്രാം ക്ലാസ്സിലാണ്? 4. ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഞ്ജു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക്, ഇവിടെ മഞ്ജു ആരും ഇല്ലല്ലോ, ഇല്ല, ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഞ്ജുവിന് കൊടുക്കാനായിട്ട് പോയി. ഇപ്പോൾ വാലന്റൈൻസ് ഡേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് ഈ ചോക്ലേറ്റ് കൊടുക്കാനായിട്ടുള്ള ഇവന്റെ ത്വര, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന്റെ ത്വര അപാര ത്വരയാണ്, ആണോ അല്ലയോ? അപ്പൊ എന്തായാലും ഇവൻ ഭയങ്കര ആവേശത്തോടെ ആഗ്രഹത്തോടെ മാസങ്ങളോളം തയ്യാറായി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മഞ്ജുവിന്റെ അടുത്തോട്ട് പോയിട്ട് നേരെ ചോക്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ നിന്നെ ഇന്നു മുതൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് ഡയലോഗൊക്കെ തയ്യാറായി ഇവൻ നേരെ ക്ലാസ്സിൽ പോയി മഞ്ജുവിനെ കണ്ടപ്പോൾ ആദ്യം മഞ്ജുവിനെ കാണാൻ പറ്റിയില്ല, കാരണം ക്ലാസ്സിനകത്ത് ഇവന് പെട്ടെന്ന് കയറി പോകാൻ സാധിച്ചില്ല. എന്നാൽ ഇവൻ കാത്തു നിന്ന് അവസാനം സ്കൂള് വിട്ട് പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവൻ മഞ്ജുവിനെ കാത്തു നിന്ന് ഈ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കാൻ പോയപ്പോ ഇവന്റെ ചോദ്യത്തിന്റെ മുൻപിൽ മഞ്ജു തിരിച്ച് ഒരു മറുപടി പറഞ്ഞു. ഈ മറുപടി കേട്ടിട്ടാണ് ഇവൻ പറയുന്നത്, സാറേ ജീവിതത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി എനിക്ക് കിട്ടിയിട്ടില്ല.
അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവന് കിട്ടിയ തിരിച്ചടി എന്താണെന്ന് ഞാൻ ചോദിച്ചു, എടാ നിനക്കെന്തോ ഇത്രയും വലിയ തിരിച്ചടി? അപ്പോഴവൻ പറഞ്ഞു, എന്റെ സാറേ, ഞാൻ വലിയ ആവേശത്തോടെ ആഗ്രഹത്തോടെ ഈ ചോക്ലേറ്റുമായിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അവളുടെ കയ്യിൽ 2 ചോക്ലേറ്റ് വേറെ ഇരിക്കുന്നു സാറേ. അപ്പൊ ഇവൻ ചോദിച്ചു, ഇതാര് തന്ന ചോക്ലേറ്റ്? അപ്പൊ അവള് 2 പേരുടെ പേരും പറഞ്ഞു. അത് ഒന്നാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, 2 പേരുടെ പേരും പറഞ്ഞു. അപ്പൊ ഇവൻ ഈ ചോക്ലേറ്റും കൊണ്ട് തിരിച്ചു വന്നിട്ട് പറയാ, ജീവിതത്തിൽ ഒരു വല്ലാത്ത തിരിച്ചടിയായി. എല്ലാ പ്രായക്കാരും ഏതെങ്കിലുമൊക്കെ തിരിച്ചടികൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് ഉറപ്പ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ പല തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഈ തിരിച്ചടികളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഈ തിരിച്ചടികളെ പടികളായി കണ്ട് അതിന്റെ പുറത്തുകൂടെ ചവിട്ടി ഓടാനായിട്ട് നമ്മൾ പഠിച്ചാൽ നമ്മൾ വിജയിച്ചു. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. എങ്ങാനും ഒരു തിരിച്ചടി കിട്ടിയാൽ ബാക്കി പറഞ്ഞോ. നിങ്ങൾ രാവിലെ കോളേജിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കുമാണ് മഴ വരുന്നതായിട്ടൊരു സൂചന. ഒരു വല്ലാത്ത തിരിച്ചടിയാണ്. കാരണം പഠിക്കാനുള്ള ആവേശത്തോടെ രാവിലെ തയ്യാറായിട്ടാണല്ലോ സ്കൂളിലോട്ട് വരാനായിട്ടൊക്കെ. അപ്പോഴത്തേക്കും മഴ വരുന്നതായിട്ടൊരു സൂചന. ബാക്കി പറഞ്ഞോ. എങ്കിൽ പിന്നെ പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ തന്നെ ഏതൊരു സെറ്റ് ബാക്കും ഒരു മടങ്ങി വരവിനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു യാത്രക്കുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഈ കടൽ തിരകൾ പിന്നിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട്. കടൽ തിര അടിച്ചിട്ട് പിന്നിലേക്ക് ഈ എന്തിനാ പിന്നിലേക്ക് പോകുന്നതെന്ന് അറിയാമോ? അധികം ശക്തിയോടെ തിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടികളുടെ മുൻപിൽ നിന്ന് നിങ്ങൾ പറയണം, ഞാൻ ഈ തിരിച്ചടി എനിക്ക് നേരിട്ടത് ഞാൻ കൂടുതൽ ശക്തി പ്രാപിക്കാനാണെന്ന്. പലപ്പോഴും തിരിച്ചടികളുടെ മുൻപിൽ അങ്ങും ഇങ്ങും തിരിഞ്ഞിട്ട് കൂട്ടുകാരോടും പറയും, ഞാനിനി ഇങ്ങനെ പോയാൽ എന്താവും, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എനിക്കും ആരെയും വിശ്വാസമില്ല, ഒറ്റെണ്ണത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പറഞ്ഞിട്ടില്ലേ? പറയണോ? പറയാന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ രാവിലെയും കിട്ടിയെന്ന് തോന്നുന്നു തിരിച്ചടി. പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. വെരി ഗുഡ്, ഷീ ഈസ് വെരി ആക്റ്റീവ്. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് ആവശ്യം. ഈ ടീച്ചിങ് ഫീൽഡിൽ എപ്പോഴും ബി റെഡി. ടീച്ചിങ് ഫീൽഡിൽ എപ്പോഴും ഞാൻ മിക്കവാറും ഈ അധ്യാപക വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരു കാര്യമാണ്, ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ നല്ല ചുറുചുറുപ്പുള്ള തയ്യാറുള്ള കുട്ടിയായിട്ടിരിക്കാം. ആ മോൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തു. ഗിവ് എ ബിഗ് ക്ലാപ്പ്. അപ്പോ ഈ പിന്മാറ്റങ്ങളൊക്കെ നമുക്ക് തിരിച്ച് വീണ്ടും വരാനായിട്ടുള്ള ഒരു പടിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെടുത്തിയ പല സാഹചര്യങ്ങളെ ഓർത്ത് ഇനി നിങ്ങൾ ചിന്തിക്കും, ഇനി ഞാൻ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ തിരിച്ചു വരാനായിട്ട് ഒരാൾക്ക് എന്ത് വേണം? കോൺഫിഡൻസ്. വേറെ എന്തോ? മോട്ടിവേഷൻ. ധൈര്യം. പ്ലാന്. ഗോള്. ഇനി ഒരു 5 എണ്ണം കൂടെ പറഞ്ഞാൽ മതി. ഹാർഡ് വർക്ക്. ഒരു തിരിച്ചടി കിട്ടിയാലേ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ തിരിച്ചടി കിട്ടാൻ കാത്തിരിക്കുകയാണ്. മോളെ, തിരിച്ചു വരണമെങ്കിൽ എന്ത് വേണം? ദേഷ്യം വേണോ? പേഷ്യൻ. ഓക്കേ. എന്താണ് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ഒന്നാമത് വേണ്ടത്, നമ്മൾ ഒരിടത്ത് വീണു. വീണിടത്തുനിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ബാക്കി പറ. എന്തുവാ? കോൺഫിഡൻസ്. ഓക്കെ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പഴത്തൊലിയിൽ ചവിട്ടി വീണു. വെരി ഗുഡ്. പഴത്തൊലിയിൽ ചവിട്ടി വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കത്തില്ല. കാരണം നമ്മുടെ മൂടും കൂടെ പോകും. കാരണം ഈ മൂടല്ല, അല്ലാതെ താഴെ വീണത് കൊണ്ട് നാണക്കേട് കാരണം ഉണ്ടാകുന്ന അത് പോയിരിക്കുമ്പോ പിന്നെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ചാടി എഴുന്നേക്കും. കാരണം അവിടെയാണ് നമുക്ക് സ്ട്രെങ്തിന്റെ ആവശ്യം. ഈ പലപ്പോഴും ഉള്ള മറ്റൊരു ചിന്തയാണ്, എനിക്ക് സ്ട്രെങ്ത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ സാധാരണ പാരൻസിനോട് കുട്ടികൾ പറയാറുള്ള ഒരു വാക്കുണ്ട്, ഇന്ന് ഭയങ്കര.
ഇന്ന് ഭയങ്കര ക്ഷീണം. പക്ഷേ ഞാനതാ പറഞ്ഞ, നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ തന്നെ മാത്രം കണ്ടാൽ മതി, നമുക്കറിയാം പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾ അവിടെയുണ്ട്. രാവിലെ ഏതെങ്കിലും കിളി ഇങ്ങനെ പറക്കാനായിട്ട് അതിരാവിലെ എഴുന്നേക്കുന്നതാണല്ലോ കിളികൾ. ഏതെങ്കിലും കിളി എഴുന്നേറ്റിട്ട് പറയും എനിക്കിന്ന് ഭയങ്കര ക്ഷീണം, പറയോ? ഇല്ല. നമുക്കറിഞ്ഞൂടല്ലോ, അറിയാമെങ്കിൽ ഇപ്പൊ പറയുമായിരുന്നു. പിന്നല്ലാതെ രാവിലെ ഈ ക്ഷീണം എന്നുള്ള കാരണം ഇതെല്ലാം ഞാൻ പിന്നാലെ പറഞ്ഞുതരാം. സംശയത്തിന്റെ അവസാനം നിങ്ങൾക്ക് കുറച്ച് സമയം സംശയം ചോദിക്കാനുള്ള സമയം കൊടുത്തരാം കേട്ടോ. സംശയമുള്ളതെല്ലാം ചോദിച്ചോളണേ, എന്നെ ചോദിച്ചിട്ട് വിട്ടാൽ മതി. അപ്പോ എന്താണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു? വാട്ട് ഈസ് സ്ട്രെങ്ത്? കല്യാണം കഴിഞ്ഞാണോ? അല്ല, എങ്കിൽ പറ. ഇരുന്നിട്ട് പറഞ്ഞു. നല്ല ഉത്തരം കിട്ടി എനിക്ക്. ശക്തി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഉത്തരവാണ്. എന്താണ് സ്ട്രെങ്ത്? വാട്ട് ഈസ് സ്ട്രെങ്ത്? വാട്ട് യു മീൻ ബൈ സ്ട്രെങ്ത്? എന്തോന്ന്? എന്തും ചെയ്യാനുള്ള ധൈര്യം. എന്താണ് ശക്തി? വാട്ട് ഈസ് സ്ട്രെങ്ത്? ഒരു വിൽ പവർ. എന്താണ് ശക്തി? എന്തും ചെയ്യാനുള്ള കഴിവ്. എന്താണ് ശക്തി? എന്തും ചെയ്യാനുള്ള. മോളെ എന്താ ശക്തി? ഇംപ്രൂവ് ചെയ്യാനുള്ള വേണ്ടിയിട്ടുള്ളത്, അതാണ് ശക്തി. ഓക്കെ, വെള്ളവും കൂടെ കുടിച്ചു. പറ, എന്താണ് ശക്തി? നമ്മുടെ പൊട്ടൻഷ്യല് മനസ്സിലാക്കുക, അതാണ് ശക്തി. ആരോഗ്യവും മാനസികവുമായിട്ടുള്ള ഒരു വരട്ടെ. ആരോഗ്യവും മാനസികമായിട്ടുള്ള ഒരു ഊറ്റം. ഉന്മേഷം. ആര് പറഞ്ഞത്? ഉത്തരം തെറ്റ്. ഉന്മേഷം. പവർ, കപ്പാസിറ്റി. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കും. വാട്ട് ഈസ് സ്ട്രെങ്ത്? എന്തോന്ന്? എനർജി. ഏതാണ്ട് ഇവിടെ നിങ്ങൾ ഇനി സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് അതിന്റെ വേറൊരു പാറ്റേൺ ആണ്. അതായത് ഈ സ്റ്റുഡൻസിനെ മുഴുവൻ ഈ മുൾമുനയിൽ നിർത്തി ക്ലാസ് എടുക്കുക എന്ന് പറയും. അതായത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു ഭാഗം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഒറിജിനലി എന്താണ് അർത്ഥം? വീട്ടിൽ പോകുമ്പോൾ ഈ പിള്ളേർ ഇതേ പാറ്റേൺ മമ്മിയുടെ അടുത്ത് പറയും. മമ്മി വാട്ട് ഈസ് സ്ട്രെങ്ത് എന്നറിയാം. ഉടനെ മമ്മി പല ഉത്തരങ്ങൾ പറയും. ഉടനെ ഇതേ പാറ്റേൺ ഉപയോഗിക്കും. അതിന്റെ ഒരു ഗുണം എന്നുള്ളത് നമ്മുടെ മെമ്മറിയിൽ പിന്നെ ഒരിക്കലും ഇത് മറക്കത്തില്ല. അപ്പൊ പറഞ്ഞു വാട്ട് ഈസ് സ്ട്രെങ്ത്. സാധാരണ കണ്ണാടി വെച്ചവരൊക്കെ നല്ല ബുദ്ധിമാന്മാരാണെന്ന് ഏതോ മണ്ടം പറഞ്ഞിട്ടുണ്ട്. എന്തോ മനക്കരുത്ത്. ഓക്കെ, മനക്കരുത്തുണ്ടോ? കുറച്ചൊക്കെ. എന്താണ്? എന്താണ് സ്ട്രെങ്ത്? കാണുമ്പോ തന്നെ അറിയാം എന്തൊക്കെ ഉണ്ടെന്ന്. കാണുമ്പോ തന്നെ നല്ല ആള്, നല്ല ക്ലാസ്സിലെ ഒരു കിടുവാണ്. ഒരു ത്വര, ഒരു കഴിവ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ. വെരി ഗുഡ്. അൺഎക്സ്പ്ലെയിനബിൾ. ഇതാണ് അതൊരു വല്ലാത്ത സാധനമാണ്. ഓക്കെ, ബാക്കിലിരിക്കുന്ന ആർക്കെങ്കിലും ഉത്തരം പറയാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഉണ്ടോ? എന്താണ് സ്ട്രെങ്ത്? നമ്മളെ പറഞ്ഞു. നോട്ടം കാണുമ്പോ അറിയാം. ഉറങ്ങിക്കിടക്കുമ്പോഴും പഠിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ആണല്ലേ? എന്താണ് സ്ട്രെങ്ത്? ആരെ മനസ്സിലാക്കാൻ? നമ്മളെ മനസ്സിലാക്കാനുള്ള ക്വാളിറ്റി, അതാണ് സ്ട്രെങ്ത്. എന്താണ് സ്ട്രെങ്ത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ആകെ കൂടെ ഉത്തരവാണിത്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് സ്ട്രെങ്ത്? അതായത് ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്
ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ മെന്റലി ഉള്ള ഇമോഷണലി ഉള്ള അല്ലെങ്കിൽ സോഷ്യലി ഉള്ള നമ്മുടെ കഴിവുകൾ മാത്രമല്ല, ട്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എബിലിറ്റി ടു കീപ് ഗോയിങ് ഈവൻ വെൻ തിങ്സ് ഗെറ്റ് ടഫ്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് മുൻപോട്ട് പോകണമെന്നുള്ള ചിന്ത വരുമ്പോൾ അതാണ് സ്ട്രെങ്ത്. വീണ് കിടക്കുമ്പോഴും എനിക്ക് എഴുന്നേൽക്കണമെന്നുള്ള ആ ഒരു ചിന്ത വരുന്നല്ലോ, അതാണ് സ്ട്രെങ്ത്. അതിരാവിലെ എഴുന്നേക്കാൻ പലവട്ടം ശ്രമിച്ചുള്ള പണിയെല്ലാം ചെയ്ത് ഊപ്പാട് വന്ന് എന്നിട്ടും അതിരാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ച് വീണ്ടും രാവിലെ എഴുന്നേക്കാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഒരു ത്വരയുണ്ടല്ലോ, അതാണ് സ്ട്രെങ്ത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് കൂട്ടുകാർ കളിയാക്കുമ്പോഴും ഞാൻ എന്തായാലും മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, അതാണ് സ്ട്രെങ്ത്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിന്റെ എല്ലാ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയം കൈമാറുക എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് അയാളോട് സംസാരിക്കുക, അത്രേ ഉള്ളൂ. മനസ്സ് തുറന്ന് സംസാരിക്കുക. പക്ഷെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് പോലും എൻ്റെ ഹൃദയത്തെ ശരിയായി മനസ്സിലാക്കാതെ എന്നെ തേച്ചിട്ട് പോയവന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കോഴ്സ് പഠിച്ച് ജയിക്കുമെന്നുള്ള ആ ചിന്ത ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സ്ട്രെങ്ത്. അല്ലേ മോളെ? പിന്നല്ലാതെ ആവേശമാണ് ഇത്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയേഴ്സ് ആണോ? പറ്റിയ ഗ്രൂപ്പ്. നിങ്ങൾ തന്നെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ഈ കോഴ്സ് ഒന്ന് തീർന്നാ മതിയൊന്ന്? പക്ഷെ വന്നു കയറിയപ്പോ ഭയങ്കര ആവേശമായിരുന്നു. ഞാനിപ്പോ പഠിച്ചു ഇത് ഭയങ്കര പുലിയാവും എന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ദേ വരുന്നു ലെസൺ പ്ലാൻ, ദേ വരുന്നു ടീച്ചിങ്ങിന്റെ പല സ്ട്രാറ്റജീസ്, അത് പഠിക്കണം ഇത് പഠിക്കണം. പിന്നെ അതിന്റെ ഇടയിൽ ധാരാളം അസൈൻമെന്റ്സ്, ചാർട്ട് പേപ്പർ കൊണ്ടുവരണം, എഴുതണം, പിടിക്കണം. അവസാനം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ക്യാഷ് ഒരു വല്ലാത്തൊരിതായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങളുടെ ചിലരുടെ ഉള്ളിൽ ഒരു ആവേശമുണ്ട്, ഞാനിത് പഠിച്ചിട്ടേ ഇവിടെ നടക്കത്തുള്ളൂ. എന്തോന്ന്? ഫീസ് അടച്ചില്ല. ഫീസ് അടച്ചില്ല. ഫീസ് ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ധൈര്യത്തോടെ വീണ്ടും ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, ആ ആവേശം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ഇനഫ് സ്ട്രെങ്ത്. നിങ്ങൾക്ക് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ടെന്നാണ്. ഇവിടെയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കലാലയങ്ങളിൽ, കോളേജുകളിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ കാണും. ചില പാർട്ടികളുണ്ടല്ലോ ആവേശത്തിൽ എല്ലാം ഏറ്റെടുത്ത് പ്ലാനും പദ്ധതിക്കൊക്കെ ഭയങ്കര നാക്കായിരിക്കും. നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം, ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് രാത്രി ഒരു 12 മണി കഴിയുമ്പോൾ പിന്നെ ആളെ കാണത്തില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ കിട്ടത്തില്ല. ഫുൾ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഉണ്ട്, ഏതാണ്ട് അതിന് സമാനമായത്. പിന്നെ ആളെ കിട്ടത്തേ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ഏറ്റെടുത്താൽ അത് ചെയ്ത് തീർക്കാതെ പിന്മാറരുത്. അത് ഇവിടെ ഈ ട്രെയിനിങ് പീരീഡിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര സക്സസ് ആയിരിക്കും. ഈ പലപ്പോഴും നമ്മുടെ ലൈഫ് മെനഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ ലൈഫ് മോൾഡ് ചെയ്യുന്നത് നമ്മുടെ കലാലയങ്ങളിലാണ്. അത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ കലാലയം വിട്ട് ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോകുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് തിരിഞ്ഞെന്ന് ചിന്തിക്കും, കുമാരപുരത്തെ അനുഭവങ്ങൾ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു, ഒരു ഭയങ്കര അനുഭവമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരു സംശയമില്ല, ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം അനുഭവങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരന്റെ പേര് പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയും ആരാണ്? മെസ്സിയും റൊണാൾഡോയും. വെരി ഗുഡ്. ഇവിടെ രണ്ടേ പേരുകളെ ഞാൻ കേട്ടുള്ളൂ, മെസ്സിയും റൊണാൾഡോയും. ചിലപ്പോൾ നെയ്മറും നമ്മൾ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നെയ്മറും മെസ്സിയും ഒക്കെ അല്ലെങ്കിൽ റൊണാൾഡോ ഒക്കെ റൊണാൾഡോ ആകുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ടായിരുന്നു. ഇവരുടെ കളി പരിശോധിച്ചാൽ ദാണ്ടെ ഇത് റൊണാൾഡോയാണ്. റൊണാൾഡോയെ ഒന്നിലധികം ആളുകൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം ചെയ്യുന്ന ഡിഫൻഡേഴ്സ് ആയിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ ആ ബോള്, അത് ഒരിക്കലും ഇദ്ദേഹം ഈ ബോളും കൊണ്ട് മുന്നോട്ട് പോകരുത്, അതിനു വേണ്ടിയിട്ട് എതിർ
ടീമിലുള്ള ഏറ്റവും കുറഞ്ഞ ഒരാളെ ചുറ്റിപ്പറ്റി 6 പേരാണ് തടസ്സം ചെയ്യുന്നത്. റൊണാൾഡോ ആകാനുള്ള കാരണം എന്തെന്നറിയാമോ? തന്നെ ചുറ്റിപ്പറ്റി തടസ്സം ചെയ്യുന്നവരുടെ മുൻപിൽ നിന്നും ഇറങ്ങി ഓടിയെങ്കിൽ ഒരിക്കലും ഇദ്ദേഹം ഒരു ഫുട്ബോളിലും പങ്കെടുക്കത്തില്ലായിരുന്നു. അതായത് ഫുട്ബോൾ തൊടാൻ പോലും യോഗ്യതയില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇദ്ദേഹം എല്ലാവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തടസ്സങ്ങളുടെ മുൻപിൽ നിന്നും കയ്യിൽ കിട്ടിയ ആ ഗോള് അത് കൃത്യമായിട്ട് മറ്റൊരാൾക്കും കൈമാറാതെ, അല്ലെങ്കിൽ കൊടുക്കേണ്ട ടീമിന് കൊടുക്കും, പക്ഷേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കയ്യിൽ നിന്ന് മിസ്സായി പോകാതെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റും ഇതുപോലെ പല തടസ്സങ്ങൾ വരും. അത് ചിലപ്പോൾ മൊബൈലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തടസ്സങ്ങളുണ്ട്. മടി, ക്ഷീണം, അത് തന്നെ. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ മാത്രമുള്ള ഒരു പ്രത്യേക വിശപ്പ്, അതൊരു വല്ലാത്ത വിശപ്പാണ്. വീട്ടിൽ പോയി അമ്മയോ അച്ഛനോ പിന്നാലെ നടന്ന് തിന്നടാന്ന് പറഞ്ഞാൽ വേണ്ട. പക്ഷെ ക്ലാസ്സിലിരിക്കുമ്പോൾ വല്ലാത്ത വിശപ്പ്. പ്രത്യേകിച്ച് മിക്കവാറും ഈ കണക്ക് ടീച്ചർമാരുടെ ക്ലാസ്സിലാണ് കുട്ടികൾക്ക് കൂടുതൽ വിശപ്പ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എനിവേ, ഇവിടെ അടുത്ത മെസ്സിയെ നോക്കിയോ. മെസ്സി ബോളും കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് 5 പേര് ചുറ്റും നിന്ന് അദ്ദേഹത്തെ തടസ്സം ചെയ്യുക. പക്ഷെ മെസ്സി ആയതിന്റെ ഒരു കാരണം എന്നുള്ളത്, നമുക്ക് ഈ ഫുട്ബോൾ കാണുന്നവർക്കറിയാം, ചിലപ്പോ ബനിയനും നിക്കറും എല്ലാം പിടിച്ചു വലിക്കും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തടസ്സം ചെയ്യുന്നവന്മാര് ഇദ്ദേഹം ശ്രദ്ധിച്ച ഇദ്ദേഹത്തിന്റെ കാലിലെ ബോള്, ഇദ്ദേഹത്തിന്റെ ഫുൾ കോൺസെൻട്രേഷൻ എവിടെയാണ്? ബോളിലാണ്. ഈ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ എവിടെയാണ്? നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ മുഴുവൻ ഇരിക്കുന്നത് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ കളിയാക്കി, ഞാനിന്ന് ക്ലാസ്സിൽ വന്നപ്പോ അവൾ എന്നെ നോക്കിയില്ല. എടാ, അവള് നോക്കാത്തതിന് നമുക്കിപ്പോ എന്തോ കുഴപ്പം അല്ലേ? ഇന്നലെ വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന അവള് ഇന്ന് രാവിലെ ക്ലാസ്സിൽ വന്നപ്പോ എന്നെ മൈൻഡ് ചെയ്തില്ല. ഡൊമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിയിൽ ഒരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇല്ല, ഉണ്ടോ? ഇല്ല, ഓക്കെ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ് ഡൊമിനോ എഫക്റ്റ്. ഡൊമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആകെ അങ്ങ് വിഷമം. ഇത് കാരണം മെന്റലി ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത്, ഇന്നിപ്പോൾ സാധാരണ ഉള്ള രീതിയിൽ ഫുഡ് വയ്ക്കണ്ടെന്നൊക്കെ തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ, അപ്പോൾ രാവിലെ തന്നെ കറണ്ട് പോയതിന്റെ മൂഡ് ഔട്ടായി. ചെയ്യേണ്ട ചില ജോലികളുണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ചില ലെസൺ പ്ലാനുകൾ തയ്യാറാക്കണമായിരുന്നു. ഇതെല്ലാം കുളമായി. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 8 മണിക്ക് വീട്ടിന്റെ മുമ്പിൽ റോഡിൽ വന്ന് നിന്നപ്പോൾ പ്രതീക്ഷിച്ച ബസ് കിട്ടിയില്ല. അവസാനം വേറൊരു ബസ് വന്നു. ആളുകൾ മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ബസ്. അതിനകത്ത് കയറാൻ പോലും സ്ഥലമില്ല. എന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ബാഗൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും അതിനകത്ത് വലിഞ്ഞു കയറിയപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് നിങ്ങളെ ഒന്ന് തള്ളുകയോ ഉന്തുകയോ ഒക്കെ ചെയ്തപ്പോൾ അയാളോട് ഭയങ്കര ദേഷ്യം കാണിച്ചിട്ട് മാറുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും വന്ന് കുമാരപുരത്ത് ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ. ഒടുവിൽ അവസാനം ഈ മഴ വന്നാൽ പിന്നെ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. എന്നാലും നമ്മൾ കുറ്റം പറയും, കണ്ടില്ലേ നേരത്തെ ബസ് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ മഴ കൊള്ളാതെ ഇവിടെ വരുമായിരുന്നു. പിന്നെ ഈ കുമാരപുരം ആ കോളേജ് കൊണ്ട് വച്ചിരിക്കുന്ന കണ്ടില്ലേ, അതിന്റെ ഇടയിൽ കൂടെ പോയി ഇതിന്റെ ഇടയിൽ കൂടെ വരണം, ഇതിനേക്കാളും നല്ലതാ ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നേരെ ക്ലാസ്സിലോട്ട് വന്ന് കയറിയപ്പോഴത്തേക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളെ നോക്കി ചിരിച്ചു. ബാക്കി പറ. നമ്മൾ ചിരിച്ചില്ല. ഇതാണ് ഡൊമിനോ എഫക്റ്റ്. വീട്ടിലെ കറണ്ട് പോക്ക് അതിന്റെ ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് എത്തിച്ചത് നമ്മൾ എവിടെയായിരുന്നു? നമ്മുടെ അപ്പൊ കൂട്ടുകാർ ചിന്തിക്കും, എന്നെ ഇന്നലെ കണ്ടപ്പോ ടാറ്റയൊക്കെ പറഞ്ഞ് രാത്രി ഗുഡ് നൈറ്റ് വിട്ട പാർട്ടി ഇന്ന് രാവിലെ മൊബൈലിൽ ഒരു ഗുഡ് നൈറ്റ് പോലും വന്നില്ല. ഗുഡ് നൈറ്റ് വരാത്തതിന്റെ കാരണം എന്നുള്ളത് മൊബൈൽ ഫുൾ അങ്ങ് ഡ്രൈ ഔട്ടായി പോയി, അതുകൊണ്ട് കറണ്ടില്ല. പക്ഷേ ഇതിനെല്ലാം കണക്ട് ചെയ്ത് അവസാനം നമ്മൾ എത്തിയത് മറ്റൊരാളുടെ അയാളുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അയാളുടെ തലയിൽ കയറാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ ഇതുപോലെയാണ്. നിങ്ങൾ പഠിക്കാനായിട്ട് വന്നു, നിങ്ങളുടെ ഏക ലക്ഷ്യം എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ
നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഈ ലക്ഷ്യത്തിനകത്തേക്ക് പലരും ഇങ്ങനെ കയറി വരും. ഇവർ കയറി വരുന്നത് എന്തിനെന്നറിയാമോ? നിങ്ങളെ സ്ട്രോങ് ആക്കാനായിട്ടാണ്. ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മൾ ചിലരെ നല്ലവണ്ണം പഠിച്ചത് എപ്പോഴാണ്? തിരിച്ചടി കിട്ടിയപ്പോൾ. അപ്പോഴാ മനസ്സിലായത് ഏതൊക്കെ കാര്യങ്ങൾ ഏതുവരെ പറയണം, ഏതുവരെ പറയരുത്, ഏതുവരെ ഷെയർ ചെയ്യണം, ഏതുവരെ ഷെയർ ചെയ്യരുത്, ആരെ ഏത് അകലത്തിൽ നിർത്തണം എന്ന് നമ്മൾ പഠിച്ചതെപ്പോഴാണ്? നമുക്ക് തിരിച്ചടി കിട്ടിയപ്പോഴാ. അപ്പോ ഈ തിരിച്ചടികളെയൊക്കെ പാഠങ്ങളായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള സാധ്യതകളാണ്. ഇത്രയും ട്രോഫികൾ ഇവർക്ക് കിട്ടാനുള്ള കാരണം ഇവർ വെറുതെ പോയി വാടാ ബോൾ അടിക്കടാ ഗോളായി, അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവര് ബോള് തൊടുമ്പോൾ തന്നെ തുടക്കത്തിൽ ഫസ്റ്റ് ടച്ചിൽ തന്നെ ഇവരെ എതിർക്കുന്ന 5-6 ആളുകൾ കാണും. അവർ വെൽ ട്രെയിൻഡ് ആണ്. അതായത് റൊണാൾഡോയുടെ കാലിൽ ബോൾ കിട്ടിയാൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് എങ്ങനെ അദ്ദേഹത്തെ എതിർക്കണമെന്ന് നേരത്തെ പറഞ്ഞ എതിർ ടീമിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ കാല് വലത് കാലാണോ ഇടത് കാലാണോ ഏറ്റവും വഴക്കമുള്ളതെന്ന് ഇവർ നേരത്തെ പഠിച്ചു വച്ചിരിക്കും. അതനുസരിച്ചാണ് വലത് കാലിൽ ബോൾ കിട്ടിയാൽ ആരൊക്കെ വരണം, ഇടത് കാലിൽ ബോൾ കിട്ടിയാൽ ആരൊക്കെ വരണം. അവർ വെൽ ട്രെയിൻഡ് ആണ്. പക്ഷേ അവരെക്കാൾ ട്രെയിൻഡ് ആണ് ഇവർ. അതുകൊണ്ടാണ് ഈ 4ഉം 5ഉം 6ഉം പേരെ അവരെയൊക്കെ മറികടന്ന് വീണ്ടും മുന്നോട്ട് പോയി എത്തിക്കേണ്ട സ്ഥാനത്ത് ഗോൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇന്ന് ലോകമറിയുന്ന ആളുകളായി തീർന്നത്. നിങ്ങളുടെ കലാലയ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. യു ഷുഡ് നോ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞാണല്ലോ. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, അതായത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രെങ്ത് എത്രയാണ്, നമ്മുടെ കപ്പാസിറ്റി എത്രയാണ്. ഒന്നും വേണ്ട, നമ്മുടെ നാക്കിന്റെ കപ്പാസിറ്റി എന്താണെന്ന് ആണോ അല്ലയോ? നമ്മൾ എത്ര പേരെ കരയിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ നാക്കിന്റെ കപ്പാസിറ്റി അല്ലേ. നമ്മൾ എത്ര പേരെ ചിരിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ നാക്കിന്റെ കപ്പാസിറ്റി അല്ലേ. വിഷമിച്ചിരിക്കുന്ന ഒരുത്തനെ അടുത്ത് പോയിട്ട് എടാ കുഴപ്പമില്ലടാന്ന് പറഞ്ഞ് ജസ്റ്റ് എ ടച്ച്, ഒരു ടച്ചിന് പോലും ഉണ്ട് അപാര കപ്പാസിറ്റി. ഒരൊറ്റ ടച്ച്. നിങ്ങളുടെ ഒരു നോട്ടത്തിന് പോലും ഉണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു പയ്യനെ രക്ഷിക്കാനുള്ള കപ്പാസിറ്റി. ഒരിക്കൽ അധ്യാപകർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഒരു കുട്ടി ക്ലാസ്സിലിരുന്നിട്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. 3ാമത്തെ പ്രാവശ്യമാണ് ഇവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. 3ാമത്തെ പ്രാവശ്യം പോലീസ് ഇവനെ പിടിച്ചു. പോലീസ് ഇവനെ രക്ഷിച്ച് കൊണ്ടുവന്നപ്പോൾ ഇവനോട് ചോദിച്ചു എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇന്നടുത്ത് പോയിട്ട് വരും. ഏത് സ്കൂളിൽ? ഇന്ന സ്കൂളിൽ. അപ്പോൾ പോലീസുകാർ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്? എന്താണ് നിന്റെ പ്രശ്നം? ഇവൻ പ്രശ്നം പറയുന്നതിന് വരെ ഇവൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എൻ്റെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പീരീഡിന് വന്ന ടീച്ചർ, ഇത് കേട്ട പാടാൻ ടീച്ചർ പോലീസുകാരുടനെ തന്നെ ഏതാണ് ആ സ്കൂളിൽ ഏറ്റവും അവസാനത്തെ പീരീഡ് പഠിപ്പിച്ച ടീച്ചർ ആരാണെന്ന് പറഞ്ഞ് പാവം അദ്ദേഹത്തെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ നിർത്തി. അദ്ദേഹം എന്നെ വിളിച്ചു, സാറേ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, ഒന്ന് വരണം. അങ്ങനെ ഞാനും അവിടെ പോയി. കാരണം കൊച്ചുകുട്ടിയാണ്. കുട്ടി എന്തുത്തരം പറയുന്ന അതിനനുസരിച്ചിരിക്കും ഈ അധ്യാപകന്റെ ജീവിതം. അപ്പൊ ഈ പയ്യൻ പറഞ്ഞു ഈ അധ്യാപകൻ ആകെ നിന്ന് വിറയ്ക്കുകയാണ്. പണ്ടൊക്കെയാണ് അധ്യാപകരെ കാണുമ്പോൾ ആര് വിറയ്ക്കുന്നത്? കുട്ടികൾ വിറയ്ക്കും. ഇനി നിങ്ങൾ കാണാൻ പോണതേ ഉള്ളൂ. നമ്മൾ ഇനി നേരിടാൻ പോകുന്നേ ഉള്ളൂ. ഇവരെ വളരെ ബുദ്ധിപൂർവ്വം ഇവരെ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. അപ്പൊ ഈ പയ്യൻ അധ്യാപകനെ കുറിച്ച് പറയുകയാണ്, എൻ്റെ മുൻപിലിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സാറ് ഇദ്ദേഹവും അതിന് കാരണമാണ് പോലീസുകാരനോട്. അപ്പം ഞാൻ കൂടി ഞാൻ കൗൺസിലിംഗ് ഫീൽഡിലായതുകൊണ്ട് മോനെ തോളിൽ കഴിച്ചിട്ട് എന്താണ് നിന്റെ യഥാർത്ഥ പ്രശ്നം? അവൻ പറഞ്ഞു ഇന്ന് ഞാൻ സ്കൂളിൽ വരുന്നപ്പോൾ തന്നെ ഈ ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ തലച്ചോറിൽ മുഴുവൻ, ഉച്ചയ്ക്ക് ശേഷമുള്ള എൻ്റെ ബ്രെയിൻ മുഴുവൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം, പോയിട്ട് അവിടെ എന്ത് ചെയ്യണം, പോകുന്ന വഴിക്ക് എൻ്റെ പരിചയക്കാരും എന്നെ ആരും കാണാൻ പാടില്ല, മാത്രമല്ല ഞാൻ ഏത് രീതിയിലാണ് ജീവിതം അവസാനിപ്പിക്കേണ്ടത്, അത് ചെയ്യുമ്പോൾ എനിക്കൊരു പിഴവും വരാൻ പാടില്ല, പിഴവ് വന്ന് ഞാൻ രക്ഷപ്പെടാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ചിന്തയായിരുന്നു ഇവന്റെ ക്ലാസ്സിനകത്ത് ആ പീരീഡുകളിൽ മുഴുവൻ. ഇവൻ പറയാ
അവസാനത്തെ പീരീഡിന് ക്ലാസ് എടുത്ത സാറ് ക്ലാസ് എടുത്ത സമയത്ത് എന്നെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ പരിപാടിക്ക് പോകത്തില്ലായിരുന്നു. ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഒന്ന് ചിരിക്കുന്നതിന് നമുക്ക് വല്ല നഷ്ടമുണ്ടാവും. നമ്മുടെയൊക്കെ ഭാവം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ മറ്റേ ഹിറ്റ്ലറിന്റെ മക്കളെ ക്ലാസ് എടുക്കുന്ന പോലെയാണ്. നമ്മുടെ ഒരു പുഞ്ചിരി മതി മുമ്പിൽ വന്ന് ടെൻഷനോടെ ഇരിക്കുന്ന പല പിള്ളേരും നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കേൾക്കാൻ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ പുഞ്ചിരി കാണുമ്പോൾ അറിയാം, ആ പുഞ്ചിരിയിലുണ്ട് കാര്യം. അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഈ നമ്മുടെ മലയാളികൾ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ചിരിക്കാൻ മറന്നുപോയ ഒരു വിഭാഗമാണ്. സത്യം, മനസ്സിൽ മുഴുവൻ നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ എത്ര തന്നെ ചിരിച്ചാലും നമ്മുടെ മനസ്സിലുള്ളത് മുഖത്തിലൂടെ പുറത്തു വരും. അത്ര നമ്മുടെ ലൈഫിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ടെൻഷനാണ് നമ്മുടെ ലൈഫിന്റെ ഈ പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളായിട്ട് എനിക്കത് നല്ലവണ്ണം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇന്ത്യയിലോട്ട് വരുന്ന ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്കത് നല്ലവണ്ണം ഫീൽ ചെയ്യും. ഫ്ലൈറ്റിൽ കയറുമ്പോഴേ ഫീൽ ചെയ്യും. ആകെ കൂടെ ടെൻഷനായിരിക്കും. ബസ്സിലൊക്കെയാണ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇറങ്ങാൻ നിൽക്കുന്നത്. സാധാരണ വിദേശ രാജ്യങ്ങളിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റ് നിർത്തിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ ചാടി ഇറങ്ങത്തില്ല. ചാടി ഇറങ്ങാൻ ഈ സാധനം തുറന്നിട്ട് ചാടറാന്ന് പറഞ്ഞിട്ട് ചാടാൻ പറ്റത്തില്ല. അവിടെ ഫ്ലൈറ്റ് കൊണ്ട് നിർത്തിയതിനു ശേഷം പിന്നെ പ്രത്യേക അനൗൺസ്മെന്റ് ചെയ്യും, അവരവരുടെ പെട്ടികൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചോളണം, അതിന്റെ ക്യാബിൽ നിന്ന് വലിച്ചു തുറക്കുമ്പോൾ ചിലപ്പം പെട്ടിയൊക്കെ തലയിലോട്ട് വീഴും, അതുകൊണ്ട് പതുക്കെ തുറക്കണമെന്നൊക്കെ പറയും. എന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്നിട്ട് ഈ ഡോറ് തുറന്നാൽ ആദ്യത്തെ സീറ്റിലിരിക്കുന്നവർ എഴുന്നേറ്റ് വന്ന് അവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ സീറ്റിലിരിക്കുന്നവർ എഴുന്നേക്കും, അത് കഴിഞ്ഞ് മൂന്നാമത്തെ സീറ്റിൽ. ഇതാണ് രീതി. പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗൾഫിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലോട്ട് വന്നിറങ്ങുമ്പോൾ ഇതുകൊണ്ട് നിർത്തിയ പാടകന് അത് ഒത്തിട്ട പോലെ ഇങ്ങോട്ട് ആളുകൾ ഭയങ്കര അതിശയം തോന്നും. ടെൻഷനാണ്. നമ്മുടെ ആകെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആണോ അല്ലേ? പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എപ്പോഴും പാവമാണത് കണ്ടാ പറയത്തില്ല. നല്ലൊരു വായന. അപ്പോ സത്യം പറഞ്ഞ നമ്മളൊക്കെ പാവം അല്ലേ? നമ്മളെ എങ്ങനെയൊക്കെ തീവ്രവാദികളാക്കിയതാണ് ആരൊക്കെയോ. നമ്മളെല്ലാവരും പഞ്ചപാവങ്ങളാണ്. അപ്പൊ ഞാൻ തിരിച്ചു മടങ്ങി വരികയാണ്. പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, തടസ്സങ്ങൾ വരും. ഇവിടെ എല്ലാം നമ്മൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ മുന്നോട്ട് പോയിരിക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ അത് ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്നു തുടങ്ങുന്ന സമയത്ത്, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു തുടങ്ങുന്ന സമയത്ത് ഈ പടിയിലോട്ട് കയറുമ്പോൾ കുട്ടികൾ വീഴുമ്പോൾ ആ മുറിവും കൊണ്ട് ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് പിള്ളേർ എഴുന്നേറ്റിട്ട് അടുത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കുട്ടികളെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കരഞ്ഞുകൊണ്ട് ഇവൻ എഴുന്നേറ്റിട്ട് വീണ്ടും അടുത്ത പടി ചവിട്ടിക്കയറുന്ന ഒരു രംഗമുണ്ട്. കരഞ്ഞാലും വീണാലും വീണ്ടും പടി ചവിട്ടിക്കയറാനുള്ള അവന്റെ ആ ഒരു ത്വര, അത് നമുക്കെല്ലാം പണ്ടുണ്ടായിരുന്നു. ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്രത്തിനകത്ത് ഭക്ഷണമുണ്ട്. കൊച്ചിലെ ഭക്ഷണം കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ചിലപ്പം പ്ലേറ്റിന് വെളിയിലൊക്കെ പോകും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രായത്തില് പ്ലേറ്റ് കയറിയിരുന്ന് കഴിക്കും. നമുക്കൊരു മടിയില്ല, നമ്മൾ വീണ്ടും ആവേശത്തോടെ കഴിക്കും. 3 വീലുള്ള സൈക്കിളിൽ പോകുന്ന കുട്ടികൾ എങ്ങാനും വീണ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞിട്ട് ഇവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അതിന്റെ പുറത്തിരുന്ന് ചവിട്ടുന്ന ഒരു രംഗമുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് മറന്നു പോയിട്ട് വീണ് കഴിഞ്ഞാൽ അയ്യോ ഞാൻ വീണു, ഇനിയിപ്പോ ഏതെങ്കിലും കുട്ടികൾ പടി കയറുമ്പോ വീണിട്ട് ഇനി ഒരു 18 വയസ്സാകുമ്പോൾ എഴുന്നേക്കാം. ചിന്തിക്കുവോ? ഇല്ല. ഏതെങ്കിലും കുട്ടികൾ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടി ചിന്തിക്കുകയാണ്, ഇനി ഒരു 20 വയസ്സ് കഴിയാതെ ഞാൻ ഇനി കഴിക്കത്തേ ഇല്ല. ചിന്തിക്കത്തില്ല. പക്ഷെ ഈ പ്രായത്തിലെത്തിയപ്പോൾ നമ്മൾ അറിയാതെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം. മാർവാടി കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയുണ്ട്.
1990 ഭോപ്പാലിൽ മാർവാടി കുടുംബത്തിൽ ജനിച്ച ഈ കുട്ടിയുടെ ഉള്ളിൽ ഭയങ്കര ആവേശമായിരുന്നു. ഒറ്റ ആവേശമേ ഉള്ളൂ, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് പൈലറ്റ് ആകണം. അങ്ങനെ ഈ പൈലറ്റ് ആകണമെന്നുള്ള ആഗ്രഹമായിട്ട് നേരെ ഈ പെൺകുട്ടി അടുത്ത് പോയത് സ്വന്തം പപ്പയുടെ അടുത്താണ്, അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛനോട് പോയി പറഞ്ഞു, പപ്പ എനിക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട്. ആരാകണം? പൈലറ്റ് ആകണം. ഉടനെ തന്നെ ഇവന്റെ അച്ഛൻ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് ഈ മോളോട് പറഞ്ഞു, മോളെ നിന്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ആരും പാൻറ് ഇട്ട് നടക്കാറില്ല. 90-ലെ കാലമാണെന്ന് ആലോചിച്ചോണം. പെൺകുട്ടികളാരും പാൻറ് ഇട്ട് നടക്കാറില്ല. നീ പാൻറ് വിട്ട് ഇങ്ങനെ പൈലറ്റായി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് അത് നാണക്കേടാണ്. പക്ഷെ നല്ല ചുമ. പക്ഷെ ഈ പെൺകുട്ടി ഒരു കാര്യം തീരുമാനിച്ചു, എന്നാലും ഞാൻ പഠിക്കും, മുന്നോട്ട് പോകും. അങ്ങനെ 13-ാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടിക്ക് അടുത്തറിയുന്നു ഈ പെൺകുട്ടിക്ക് ക്യാൻസർ ആണ്. സ്വന്തം ആഗ്രഹത്തിന്റെ മുൻപിൽ സ്വന്തം പിതാവ് വേണ്ട എന്ന് വെച്ചപ്പോൾ 13 വയസ്സുള്ളപ്പോൾ അവൾക്ക് അടുത്തൊരു ശാരീരിക പ്രശ്നം വരികയാണ്. ജീവിതത്തിൽ ഒരിക്കലും മടങ്ങി വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ക്യാൻസർ. അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ ഈ പെൺകുട്ടി ഒരു കാര്യം തീരുമാനിച്ചു, എന്നാലും ഞാൻ നല്ലവണ്ണം പഠിക്കും. ഒടുവിൽ അവസാനം 17-ാമത്തെ വയസ്സിൽ ഏവിയേഷൻ രംഗത്ത് ഈ പെൺകുട്ടി കയറി. ഏവിയേഷൻ രംഗത്തെന്ന് പറഞ്ഞാൽ വിമാനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ പെൺകുട്ടി കയറി. അവിടെ നിന്ന് പഠിച്ചൊരു പൂക്കുറ്റി പോലുള്ള ഒരു പഠിത്തമായിരുന്നു. പഠിക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടേ പിന്മാറാം. അതായത് പഠിക്കാതെ നിങ്ങൾ പിന്മാറരുത്. പഠിക്കണം, പഠിക്കണം, പഠിക്കണം. ഇതിനെ ഒരു ത്വരയായിട്ട് അങ്ങ് ഏറ്റെടുക്കണം. ഇപ്പൊ ഞാൻ കോവിഡ് സമയത്ത് മാത്രം, അത്രയും തിരക്കുള്ള ആളാണ്, എന്നാലും കോവിഡ് സമയത്ത് മാത്രം 8ഓളം കോഴ്സുകൾ പഠിച്ചു. പഠിക്കാൻ അവസരം കിട്ടുന്ന ഈ പഠിത്തത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നമ്മൾ യങ്ങാവും. പറഞ്ഞേട്ടോ. അല്ലാതെ കല്യാണവും കഴിഞ്ഞു, ഇനിയിപ്പോ ഇതോടുകൂടെ പഠിത്തം നിർത്താം എന്ന് ചിന്തിക്കരുത്. കല്യാണം കഴിച്ചിട്ട് പഠിത്തം നിർത്താമെന്ന് ചിന്തിക്കരുത്. അവസാനം വരെ പഠിക്കണം. ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്, അപ്പോഴും ഒരു അധ്യാപകനാണ്. ഈ പെൺകുട്ടി തീരുമാനിച്ചു, ഞാൻ പഠിക്കും. എന്റെ ആഗ്രഹം നടപ്പിലാകുമോ ഇല്ലയോ അതെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പഠിക്കും. ഈ തടസ്സം വരുമ്പോൾ തടസ്സം വെച്ചല്ല തീരുമാനിക്കണം ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടതെന്ന്. ഞാൻ മുന്നോട്ട് പോകും, പക്ഷെ എവിടെ വരെ പോകുന്നു അതുവരെ ഞാൻ മുന്നോട്ട് പോകും. ഈ പെൺകുട്ടി തീരുമാനിച്ചു, ഞാൻ നല്ലവണ്ണം പഠിക്കും. ഒടുവിൽ അവസാനമേ പഠിച്ചു. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഈ ഓല, ഊബർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ മൊബൈലിലെ ഓല, ഊബറിന്റെ ആപ്പുകളിൽ നമ്മൾ ഇവിടെ നിന്ന് എവിടെ വരെ പോകണമെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം നമ്മുടെ വീട്ടിന്റെ മുൻപിൽ അതിനുള്ള വാഹനമെത്തും, കാറ്. ഈ പെൺകുട്ടി ഒരു കാര്യം തീരുമാനിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇതിനേക്കാളും ഉയർന്ന രീതിയിൽ ചിന്തിച്ചുകൂടാ. അവള് പഠിച്ചു, നല്ലവണ്ണം പഠിച്ചു, ഇന്ത്യക്ക് പുറത്തുപോയി പഠിച്ചു. തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്ന് അറിയോ, മറ്റാരും ചെയ്യാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണം. ലെസൺ പ്ലാൻ എഴുതുമ്പോൾ കോപ്പി അടിച്ച് ലെസൺ പ്ലാൻ എഴുതരുത്. പുതിയ ഐഡിയകൾ കണ്ടെത്തണം, പുതിയ രീതികൾ കണ്ടെത്തണം. നമ്മൾ കോപ്പി അടിക്കാൻ നിന്നാണല്ലോ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. പക്ഷെ ഒരു കുട്ടിയുടെ മുൻപിൽ പോയി നിന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് നമ്മൾ വീട്ടിലിരുന്ന് സ്വയമായിട്ട് ചിന്തിച്ച് നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെ ഒരു പിക്ചറായിട്ട് കണ്ട്, ഒരു വിഷ്വലൈസേഷൻ കണ്ടിട്ട് ആ കുട്ടിയെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം ഇന്ന ഇൻട്രൊഡക്ഷൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ലെസന്റെ 1ാമത്തെ ഭാഗം ഇങ്ങനെ പറയും, ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ലെസൺ പ്ലാൻ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലെസൺ പ്ലാൻ വായിച്ചു നോക്കുന്ന ആൾ അവിടെ ഇരുന്നിട്ട് അത് അവര് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഈ പെൺകുട്ടി തീരുമാനിച്ചെന്നറിയോ, ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും എവിടെയൊക്കെ വിമാനമിറങ്ങാൻ സാധ്യതയുണ്ടോ ആ പട്ടണങ്ങളിലൊക്കെ ചെറിയ ജെറ്റുകൾ ഞാൻ ഇറക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായി ജെറ്റ് സെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ എനിക്ക് നാളെ ബാംഗ്ലൂർ പോകണം, ടിക്കറ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് ജെറ്റ് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഈ പെൺകുട്ടി കണ്ടുപിടിച്ചു. ഇന്ന് 35 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് 420 കോടി വിറ്റുവരവുള്ള ഈ ജെറ്റ് സെറ്റ് ഗോ എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആയി മാറി ഈ കനിക ടെഗ്രിവാൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഗിവ് എ ബിഗ് ക്ലാപ്പ്.
നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ അധ്യാപികയാകണം, അല്ലെങ്കിൽ ഇതിനേക്കാളും ഉയർന്ന എം.എഡ് പഠിക്കണം, അങ്ങനെയുള്ളത്. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങണമെന്ന്? അയ്യോ, അതൊന്നും പറ്റത്തില്ല, ഞങ്ങളൊക്കെ. എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഞാൻ ഇന്നലെയും ചിന്തിച്ചതേ ഉള്ളെന്ന്, നാളെ തുടങ്ങും. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചുകൂടാ? ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ക്രിയേറ്റീവായിട്ട് ബി ക്രിയേറ്റീവ്. നമ്മുടെ മൈൻഡിന്റെ പവർ എന്താണ് നമ്മൾ ശരിയായിട്ട് തിരിച്ചറിയണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളെ എല്ലാം എടുത്ത് ഒരുമിച്ച് വെച്ചാലും നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങിന്റെ അടുത്ത് വരത്തില്ല എന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആണ് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻ. നമ്മളത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോ ഈ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അത് റിയാലിറ്റിയായി മാറിയിരിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട്, ഇന്ന് മിക്കവാറും ഞാൻ കോളേജിൽ പോകുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് രാവിലെ എഴുന്നേറ്റ് ചിന്തിച്ചായിരിക്കും കോളേജിൽ റിവിഷനോ എന്തോ ആകട്ടെ. അപ്പൊ ഇവിടെ ഒന്ന് ഇരിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണ്? ഇന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ നേരെ നോക്കിയിരുന്നോ? ലൈറ്റായിട്ട് തല ഇങ്ങനെ അല്പം ഒന്ന് ചരിച്ചോ. ലൈറ്റ് ഇനി അനങ്ങരുത്. തല ചരിച്ചു വെച്ചോ. ഓക്കെ. നിങ്ങൾ ചിലരെ കാണുമ്പോൾ ചിമ്പാൻസിയെ പോലെ തോന്നുന്നുണ്ട്. അനങ്ങരുത്. ഇനി തല നേരെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചോ. തമ്മിൽ ചിരിക്കരുത്. ചിരിച്ച ഉറപ്പായിട്ട് ചിമ്പാൻസിയാണ്. ചിരിക്കുള്ളവരുത്. നോക്കട്ടെ. നിങ്ങളെ ചിലരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിമ്പാൻസിയെ പോലെ തോന്നുന്നുണ്ട്. ഇനി നേരെ തല വെച്ചോ. അപ്പൊ 2 പ്രാവശ്യം ഞാൻ നിങ്ങളോട് എന്തോ പറഞ്ഞു? കാണുമ്പോൾ ചിമ്പാൻസിയെ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ കേട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് ബസ് കയറി ബസ്സിലിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആള് നിങ്ങളെ നോക്കിയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ നോക്കിയിട്ട് പറയാണ്, കണ്ടപ്പോ ചിമ്പാൻസിയുടെ ഒരു ലുക്ക് ഉണ്ടോ എന്നൊരു സംശയം. അത്രേ ഉള്ളൂ. സംശയമുള്ളൂ. കൺഫേം ആക്കിയിട്ടില്ല. സംശയമുള്ളൂ. ഈ സംശയം പറഞ്ഞു തൊട്ടടുത്ത സമയം നമ്മുടെ ബ്രെയിൻ എന്തോ ചിന്തിക്കും. നിങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് പോയിട്ട് വീട്ടിലോട്ട് കയറുന്ന വഴിക്ക് നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാകട്ടെ, അമ്മയോ ഉമ്മയോ ആരെങ്കിലും ആകട്ടെ, നിങ്ങളടുത്ത് പറയാണ്, നീ ഇന്ന് രാവിലെ പോയപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇപ്പൊ ഏതാണ്ട് ആ ഒരു ലുക്കുണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം റൂമിൽ പോയി കയറിയിട്ട് അടുത്തെന്തോ ചെയ്യും? വെരി ഗുഡ്. കണ്ണാടി നോക്കും. 4 പ്രാവശ്യം തുടർമാനമായിട്ട് നിങ്ങൾ എന്താണോ കേട്ടത് അത് നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ പോലും അറിയാതെ സ്റ്റോർഡ് ആയിട്ട് നിങ്ങൾക്ക് പോലും നിങ്ങളെ വിശ്വാസമില്ലാത്ത ആളായി. വേണമെങ്കിൽ മൊബൈൽ എടുത്ത് ഒരു 2-3 സെൽഫി എടുക്കും. എന്നിട്ട് ചിമ്പാൻസിയുടെ ഫോട്ടോയും വെച്ചൊന്ന് താരതമ്യ പഠനവും നടത്തും. ചിലപ്പം അതിന്റെ ആവശ്യമുണ്ടോ? എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവരും ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ നിന്നെ കണ്ട ചിമ്പാൻസിയെ പോലെയാണെന്ന് പറഞ്ഞാലും യു ഷുഡ് നോ ഹൂ യു ആർ. ശരിയല്ല? അവിടെയാണ് നിങ്ങൾ വിജയിക്കാൻ പോകുന്നത്. ഈ നമ്മുടെ മൂഡ് കളയുന്നത് സത്യം പറഞ്ഞാൽ ആരെന്നറിയാമോ? നമ്മൾ ആരെങ്കിലും കളിയാക്കി ഉടനെ നമ്മുടെ മൂഡ് അങ്ങ് പോയി. എന്നിട്ട് നമ്മൾ പറയും, നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ എനിക്ക് വിഷമമായത്. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ഈ നമുക്ക് വിഷമം വരുന്ന സ്വിച്ച് ഏതാണെന്ന് നമ്മളിപ്പോ ആർക്ക് കൂടെ പറഞ്ഞു കൊടുത്തു? അടുത്തവന് കൂടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവനറിയാം, ഇന്ന സ്വിച്ച് ഓൺ ചെയ്താൽ ഇവളുടെ മൂഡ് പോകും, ഇന്ന സ്വിച്ച് ഓൺ ചെയ്താൽ അവന്റെ മൂഡ് പോകും. നമ്മളായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിഷമിക്കും. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ കൺട്രോൾ അയാളെ ഏൽപ്പിക്കുകയാണ്. യു ഷുഡ് നോ ദ പവർ ഓഫ് യുവർ ബ്രെയിൻ.
നിങ്ങളുടെ ബ്രെയിനിൻ്റെ പവർ എന്താണെന്ന്, നിങ്ങളുടെ വിൽ പവർ എന്താണെന്ന്, നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്താണെന്ന്, നിങ്ങളുടെ സാധ്യതകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര പേര് നിങ്ങളെ വന്ന് കളിയാക്കിയാലും നെവർ മൈൻഡ്, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, നമ്മുടെ കേരളത്തിലുള്ളവരാണ് ഈ തൊട്ടടുത്തിരിക്കുന്ന ആളെ കളിയാക്കുന്നതിൽ PhD എടുത്തിട്ടുള്ളവർ. പക്ഷേ വിദേശ രാജ്യങ്ങളിലെല്ലാം കളിയാക്കൽ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇതിനു മുമ്പേ ജയിലിൽ പോയേനെന്ന്. എടാ ഞാൻ വിദേശ രാജ്യങ്ങളിലെല്ലാം ക്രിമിനൽ കുറ്റമാണ് കളിയാക്കലെങ്കിൽ ഇവിടെ ഒരാളെ കളിയാക്കുന്നതും ട്രോൾ ചെയ്യുന്നതും ഒരു കലാപരിപാടിയായി കഴിഞ്ഞു. നമ്മൾ പോലും അറിയുന്നില്ല ഒരാളുടെ മനസ്സിന് അത് എത്ര വിഷമം ഉണ്ടാക്കും. നമ്മുടെ സഹജീവിയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. നല്ലവണ്ണം പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ പഠിത്തത്തിന്റെ കൂടെ തന്നെ കൂടെ ഉള്ള ആളുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അയാൾ വളരെ വീക്കായിരിക്കും, മെന്റലി വളരെ വീക്കായിരിക്കും. നമ്മൾ പറയുന്ന തമാശകൾ അതുപോലെ എടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു വസ്ത്രത്തിന്റെ പേരിൽ, ഒരു നടത്തത്തിന്റെ പേരിൽ, ഒരു നോട്ടത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുന്നതിന്റെ രീതിയുടെ പേരിലൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ കളിയാക്കുമ്പോൾ അയാൾ വീട്ടിൽ പോയിരുന്ന് ചിലപ്പോൾ കരയുന്നുണ്ടായിരുന്നു. അതൊരു വല്ലാത്തതായിരിക്കും. പക്ഷേ കൂട്ടുകാരിയുടെ മനസ്സിനെ നിങ്ങൾ ടച്ച് ചെയ്താൽ ഉണ്ടല്ലോ, ഈ കോഴ്സ് കഴിഞ്ഞാൽ അവൻ പറയും, അല്ലെങ്കിൽ അവൾ പറയും, എന്നെ ശരിയായിട്ട് അറിയുന്ന 1-2 പേരെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്നത്തെ രീതികൾ ഞങ്ങളുടെയൊക്കെ കാലത്തെ, ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ കാലത്തെ രീതികളെക്കാൾ വളരെ വ്യത്യസ്തമായി കഴിഞ്ഞു. കാരണം ഈ വ്യക്തിബന്ധങ്ങൾ കുറയുന്നു എന്നൊരു സംശയം. ഈ സൗഹൃദം ധാരാളമുണ്ട്, ഭയങ്കര സൗഹൃദമാണ്, പക്ഷെ വ്യക്തിബന്ധങ്ങളിലെ ഈ ആത്മാർത്ഥത കുറയുന്നു എന്നൊരു സംശയം. നിങ്ങൾ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം. ഒരുത്തൻ്റെ മനസ്സിനെ തൊടാൻ ഒരു പെൺകുട്ടി, കാരണം അവൻ കടന്നു വരുന്ന വീട്ടിലെ അവസ്ഥ നമുക്ക് അറിയത്തില്ല. ഇവിടെ വരുമ്പോൾ ചില ഭയങ്കര ചിരിച്ച് കളിച്ചായിരിക്കും വരുന്നത്. ചിലപ്പോൾ ക്ലാസ്സിൽ, ഇത് വീണ്ടും പറയാണ്, നിങ്ങൾ ഇനി അധ്യാപകരായിട്ട് പഠിപ്പിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ വരുന്ന നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടികൾ അവർ ചിലപ്പോൾ ക്ലാസ്സിൽ ഭയങ്കര ബഹളക്കാരായിരിക്കും. ഈ ബഹളക്കാരായവരെ കണ്ടാൽ ഉടനെ തന്നെ ഇവൻ ബഹളക്കാരനാണ്, കാരണം അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എന്ന് പറയരുത്. ചിലപ്പോൾ അവൻ കുടുംബത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവനിങ്ങനെ ബഹളക്കാരനായി തീർന്നത്. അപ്പോൾ അവനെ ഒന്ന് കൂടെ നിർത്തിയിട്ട്, എടാ കുഴപ്പമൊന്നുമില്ല, എടാ ഞാൻ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നീ എൻ്റെ സുഹൃത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ കൂടെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. ആരെയും കൊച്ചാക്കരുത്, ആരെയും തള്ളിക്കളയരുത്. നാളെ ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളായിരിക്കാം സമൂഹത്തിൽ ഏറ്റവും മുൻപിൽ വരാൻ പോകുന്ന ആൾ. അത് ഞാനാണ്. അപ്പോൾ ബാക്ക് ബെഞ്ചുകാരനെ മനസ്സിലായ ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ഉഴപ്പന്മാരായിട്ടിരുന്ന ഇന്ന് സമൂഹത്തിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ നന്നായിട്ടെന്നുള്ള രീതിയിൽ അല്ല, നല്ല സ്ഥാനങ്ങളിൽ, കാരണം അവർ ലൈഫിൽ നേരിടാൻ പലത് പഠിച്ചു. ഈ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നേരിടാൻ പഠിക്കേണ്ട ഒരു കാര്യമാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രതിരോധിക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. മെന്റലി പ്രതിരോധിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷ, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളാകട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, ഇതിലൊക്കെ പ്രതിരോധ ശക്തി കൂടണം. പ്രതിരോധ ശക്തി കുറയുന്നുണ്ടാണ് ആത്മഹത്യ കൂടുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനേക്കാളും നല്ലത്, ഇതിനേക്കാളും നല്ലത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല കാര്യം. നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ പഠനം കഴിഞ്ഞ് നാളിതുവരെയായിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 1 വർഷത്തെ കാര്യം വിട്. 10ാം ക്ലാസ്സിന്റെ പഠനം കഴിഞ്ഞ് ഇതുവരെയായിട്ട് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനേക്കാളും ജീവിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ചിരി കാണുമ്പോൾ അറിയാം 8 വട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഒന്നാമത്തെ റൂൾസ് എന്നുള്ളത്, റെക്കഗ്നൈസ് ദ ചലഞ്ച്. നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന്റെ ആ ചലഞ്ചിനെ നിങ്ങൾ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഇംഗ്ലീഷുകാർ പ്രോബ്ലംസ് എന്ന് പറയത്തില്ല, അതിനൊരു ചലഞ്ച് എന്നേ പറയത്തുള്ളൂ. ഐ ഹാവ് സം ചലഞ്ച്, എനിക്ക് ചില വെല്ലുവിളികളുണ്ട്. നമ്മൾ നേരെ തിരിച്ചാ പറയുന്നത്. ഇപ്പോൾ ഒരു രോഗം വന്നു, ഉടനെ പറയും എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? എനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട്.
ഇംഗ്ലീഷുകാർ നേരെ തിരിച്ചാ പറയുന്നത്. എനിക്കൊരു ചലഞ്ച് ഉണ്ട്. എന്താണ് ചലഞ്ച്? എനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട്. ചലഞ്ചും പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? എടാ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? നാളെ പരീക്ഷയാണ്. അതൊരു പ്രോബ്ലം അല്ല, ദാറ്റ് ഈസ് എ ചലഞ്ച്. നിങ്ങളുടെ കലാലയത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചലഞ്ചുകളായിട്ട് ഏറ്റെടുക്കുക. ആ ചലഞ്ചുകളെ ശരിയായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ വിരോധി നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളല്ല. നമ്മുടെ ഏറ്റവും വലിയ വിരോധി ആരെന്നറിയാമോ? കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇന്ന് നോക്കിയിട്ട് പറയണം യെസ് ഐ ആം. ഓക്കെ. അപ്പോ നമ്മുടെ വിരോധിയെ കണ്ടുപിടിക്കാൻ നമ്മൾ അടുത്തിരിക്കുന്ന ആളുകളൊന്നും വിരോധം കാണിക്കരുത്. ഈ ബ്രെയിനിന്റെ ഏറ്റവും വലിയ, നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആകുന്നതിന്റെ ഒരു കാരണം എന്നറിയോ? പിണക്കം. പിണങ്ങുന്നവരുടെ ബ്രെയിന് പടപടാന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അങ്ങ് പോകും മുകളിലോട്ട്. ശരിയാണ്. അതാര് പറഞ്ഞത്? കൃത്യ ഉത്തരം. എപ്പോഴും സ്ഥിരം പിണങ്ങുന്നവരുടെ ബ്രെയിന് ഭയങ്കരമായിട്ട് അങ്ങ് ഡാമേജ് ആകുന്നതാണ്. പിണങ്ങേണ്ട സാഹചര്യത്തിലും പുഞ്ചിരിയോടെ നേരിട്ട് കൊണ്ട് ഐ നോ യു, എനിക്ക് നിന്നെ മനസ്സിലായി, ഓക്കെ, ഐ വിൽ കീപ്പ് അവേ ഫ്രം യു. ഞാൻ അല്പം ഒരു ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്യും, പക്ഷെ പിണങ്ങാൻ പോകരുത്. ഇത് നിങ്ങളൊരു ഇതായിട്ട് ഏറ്റെടുക്കണം. അതായത് കലാലയത്തിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു സാധ്യത പിണക്കം തൊട്ടടുത്ത്. നമുക്കിഷ്ടമുള്ളതുപോലെ ലോകത്തിൽ എല്ലാവരും പെരുമാറണമെന്ന് നമ്മൾ ശഠിക്കരുത്. ശരിയല്ലേ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ എല്ലാവരും പെരുമാറണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വളരും? അപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാം, പക്ഷെ ഞാൻ അതിനനുസരിച്ച് എന്നെ തന്നെ വഴക്കിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഞാൻ അതിനനുസരിച്ച് ട്രെയിൻഡ് ആക്കാൻ ഞാൻ പ്രാപ്തനാകുമ്പോഴാണ് ഞാൻ വിജയിക്കുന്നത്. അപ്പൊ ചലഞ്ചുകളുടെ മുമ്പിൽ ധൈര്യമായിട്ട് അതിനെ നേരിടുക. രണ്ടാമത്തെ കാര്യം, റീഫ്രെയിം യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ ഒന്നുകൂടെ ഫ്രെയിം ചെയ്യാൻ പഠിക്കണം. ഇനി നിങ്ങൾ എത്ര മാസം കൂടെ ഇവിടെയുണ്ട്? ഇന്നൊരു തീരുമാനം എടുക്കാൻ പോകണം. എന്തെന്നറിയാമോ? ഇനിയുള്ള 5 മാസത്തേക്ക് ഞാൻ ആരുമായിട്ടും പിണങ്ങത്തില്ല. നടന്നത് എന്നെ ഈ ക്യാമ്പ് കഴിയുമ്പോൾ അറിയാം ഇവിടെ എത്ര ഗ്രൂപ്പ് ആകാൻ പോകുന്നെന്നും. ടേക്ക് ദിസ് ആസ് എ ചലഞ്ച്. നമ്മളെല്ലാം മലയാളികളാണ്. നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ? എന്തൊക്കെയോ ഉണ്ട്. ഇത് കഴിഞ്ഞൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ മോൾക്ക്. എന്തൊക്കെയോ മനസ്സിനെ ഇട്ട് ഹോണ്ട് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ക്ഷമിക്കണം. ഈ പ്രശ്നങ്ങളുടെ മുൻപിൽ ക്ഷമിക്കാനാണോ കൂടുതൽ ട്രെയിൻഡ് ആകേണ്ടത്, അതോ പ്രശ്നങ്ങൾ വരുമ്പോൾ വായിൽ വരുന്ന വിളിച്ചു പറയാനാണോ കൂടുതൽ ട്രെയിനിങ് വേണ്ടത്? ക്ഷമിക്കാനാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐ ആം ട്രെയിൻഡ്, ഐ ആം സ്കിൽഡ്. ഞാൻ സ്കിൽഡ് ആയി കഴിഞ്ഞു. എന്തിന്? ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ എങ്ങനെ ഇതിനെ പരിഹരിക്കണമെന്ന്. മറ്റേ വായിൽ വരുന്ന വളവളാന്ന് പറയാനായിട്ട് നമുക്ക് വല്ല സ്കില്ലും വേണോ? ഒരു സ്കില്ലും വേണ്ട. ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. പക്ഷെ നാളെ നിങ്ങൾ അധ്യാപകരാകുമ്പോൾ നിങ്ങൾ ഇതിനേക്കാളും 100 കണക്കിന് പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ എങ്ങനെ കുട്ടികളുടെ മുൻപിൽ നിങ്ങൾ പ്രതിരോധിക്കും? അവിടെ ഞാൻ പിണങ്ങിയേ, ക്ലാസ് എടുക്കാൻ വരൂല്ല. ഇവിടെ നമ്മുടെ കൂട്ടുകാരെന്നുള്ള 4-5 കുട്ടികളല്ലേ ഇന്നർ സർക്കിളിലുള്ള. അവിടെ 45 കുട്ടികളാണ്. ഈ 45 കുട്ടികൾ 45 സ്വഭാവക്കാരാണ്. ഈ 45 സ്വഭാവക്കാരെയും ഒരേ കുടക്കീഴിൽ 1 വർഷം കൊണ്ടുപോകാനായിട്ട് ഒരു അധ്യാപികയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ യു ആർ സ്കിൽഡ്. അതിന്റെ ട്രെയിനിങ് ഇവിടെ കിട്ടുന്നതെന്നങ്ങ് ചിന്തിച്ചാൽ മതി. സത്യം ശരിയല്ലേ? പ്രത്യേകിച്ച് ഞാൻ മിക്കവാറും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഭാവിയിൽ അധ്യാപകരാകുമ്പോൾ അധ്യാപകർ തമ്മിൽ പിണക്കം വന്നാൽ വിദ്യാർത്ഥികൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകും. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കോളേജുകളിൽ ഞങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ഒന്നും അറിയത്തില്ല, വിദ്യാർത്ഥികൾക്ക് ഒന്നും അറിയത്തില്ല ഇതെന്തോ കാര്യമെന്ന്. പക്ഷേ ആദ്യത്തെ അധ്യാപകൻ A1 ഒന്ന് പറയുന്നു, B1 വേറൊന്ന് പറയുന്നു, C1 വേറൊന്ന് പറയുന്നു. കുട്ടികൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. നാളെ ഇങ്ങനെ ഒരു ഇതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത തലമുറകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, ഇന്ത്യയെ ഭരിക്കേണ്ട, ഇന്ത്യയെ നേരിടേണ്ട, ഇന്ത്യയിൽ IPS IAS ഓഫീസേഴ്സ് ആകേണ്ട കുട്ടികളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഐക്യത്തോടെ നിന്ന് കാര്യം ചെയ്യും. ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റീഫ്രെയിം യുവർ തോട്ട്സ്. അടുത്ത കാര്യം എന്നുള്ളത് റൈസ് അഗെയിൻ. ഒന്നുകൂടെ നമ്മൾ റെഡിയാകാൻ തീരുമാനിക്കുകയാണ്.
എന്നെ കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ സാധിക്കും. പറ്റത്തില്ലേ? തീർച്ചയായിട്ടും അത് തന്നെ. നാക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, പ്രവൃത്തി ഒന്നുമില്ല. സാറ് കൃത്യം കണ്ടുപിടിച്ച് പറഞ്ഞു അല്ലേ? കണ്ടപ്പോ മനസ്സിലായി. ഇന്നത്തോടെ അത് ശരിയാകണം കേട്ടോ. ഏത് ഉയരലിന്റെയും പിന്നിൽ ഇപ്പൊ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഉദ്ദേശിച്ച സ്ഥലത്ത് കൃത്യതയോടെ എത്തുന്നതിന് തുടക്കത്തിലെ ആവശ്യമായ ശക്തി കൊടുത്താണ് റോക്കറ്റുകൾ പുറപ്പെടുന്നത്. അല്ലാതെ പൊങ്ങി പകുതി എത്തിയതിനു ശേഷം അയ്യോ ഇനി ഇത്രയും ദൂരെ പോകണം, കത്തിക്കടാ വീണ്ടും, അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എത്ര ഫ്രീക്വൻസിയിലാണ് ഇതിനെ കത്തിച്ച് വിടേണ്ടതെന്ന് ഇവർ നേരത്തെ പ്ലാൻഡ് ആണ്. നമ്മുടെ റോക്കറ്റിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഓണം വരെ പോകും, എന്നിട്ട് നോക്കും മുന്നോട്ട് പോകണോ വേണ്ടയോ, അതോ ഈ പോക്ക് പോയാൽ ജയിക്കോ, പിന്നെ മനസ്സിലായി ജയിക്കത്തില്ല, അപ്പൊ വീണ്ടും അടുത്ത കത്തിപ്പ് തുടങ്ങും. അങ്ങനെ അത് നേരെ വന്ന് ക്രിസ്മസ് പരീക്ഷയൊക്കെ ആകും, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ കിട്ടും. ഇത് മിക്കവാറും അധികം കത്തിയാൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരൻ ആരാണ്? ഉസൈൻ ബോൾട്ട്. ഓൺ യുവർ മാർച്ച് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഗോയ്ക്ക് പോലെ ഒരു ഷൂട്ടിങ്ങിന് ഒരു ശബ്ദം കേൾക്കും. എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരേ ഇതിലാണ്. ഇതുവരെയും നിങ്ങൾ കുതിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ കുതിക്കാൻ തുടങ്ങും. അതായത് ഒരേ ട്രാക്കിലാണ്, ഒരേ ദിശയിലേക്കാണ് പോകേണ്ടത്, ഒരേ ദൂരമാണ്. Everything is same. പക്ഷേ ഓൺ യുവർ മാർച്ച് സെറ്റ് ഗോ എന്ന് പറയുമ്പോൾ ഉസൈൻ ബോൾട്ട് ഓടി പകുതി എത്തിയതിന് ശേഷമല്ല സ്പീഡ് കൂട്ടുന്നത്, ആ ഫസ്റ്റ് കുതിപ്പിൽ തന്നെ അദ്ദേഹം വളരെ മുന്നിലോട്ട് പോയി കഴിഞ്ഞു. ഫസ്റ്റ് കുതിപ്പിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. എക്സാം വരെ കാത്തു നിൽക്കരുത്. ഇനി അടുത്തൊരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടുന്നവരെ ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടോ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കരുത്. പറഞ്ഞാട്ടോ, ആ ചിരി കാണുമ്പോൾ അറിയാം. ആവേശമായിരിക്കണം, പഠിക്കാനുള്ള ആവേശമായിരിക്കണം. കാരണം കൂടെ പഠിക്കുന്നവരാരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ദിവസം കൂടെ കാണത്തില്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് കൂടെ നിന്നവരൊക്കെ എടാ ഞാൻ കൂടെ ഉണ്ടാ, നിനക്ക് മാർക്ക് കുറഞ്ഞു, കുഴപ്പമില്ല ഞാൻ കൂടെ ഉണ്ടാ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. നമ്മളെക്കാളും മാർക്ക് കൂടുതൽ വാങ്ങിച്ച പിള്ളേർ നേരത്തെ വന്ന് മാർക്ക് ഷീറ്റ് വാങ്ങിച്ചിട്ട് പോയി. നമ്മൾ ഒറ്റയ്ക്ക് ആ സ്കൂളിൽ കയറി ഇറങ്ങി രംഗമെന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പൊ ആദ്യത്തെ കുതിപ്പ് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്, ഫസ്റ്റിലത്തെ കുതിപ്പ് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും, ഒരു സംശയമില്ല അല്ലേ? നമ്മുടെ കംഫർട്ട് സോണിനെ ഒന്ന് പൊളിച്ചു കളയണം. നിങ്ങൾ എല്ലാവർക്കും ചില കംഫർട്ട് സോണുകളുണ്ട്, ശ്രദ്ധിച്ച് കേട്ടണം. ഒന്നാമത്തെ കംഫർട്ട് സോൺ, നിങ്ങൾ ക്ലാസ്സിൽ വന്നാൽ ഇരിക്കുന്ന ബെഞ്ചിലെ 2 വർഷമായിട്ട് ഇരിക്കത്തുള്ളൂ, മാറത്തില്ല. അവിടെ ചിലരുടെ ബെഞ്ച് കാണുമ്പോൾ അറിയാം കൃത്യമാ. മാറിയിരിക്കാൻ പരമാവധി ശ്രമിക്കണം, ഇടയ്ക്കിടയ്ക്ക് മാറിയിരിക്കണം. എല്ലാ ദിവസവും മാറരുത്, കാരണം കൂട്ടുകാർക്കാകെ കൺഫ്യൂഷൻ ആകും, ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് എഴുതി ചിലപ്പോൾ അങ്ങനെ. അപ്പൊ എല്ലാ ദിവസവും മാറരുത്, മാസത്തിലൊന്ന് അല്ലെങ്കിൽ 2 ആഴ്ചയിലൊന്ന് ഇരിക്കുന്നിടത്തുനിന്ന് മാറി ഇരിക്കണം. അതിന്റെ ഗുണം എന്നുള്ളത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കും ക്ലാസ്സിൽ. എപ്പോഴും ബാക്കിൽ പോയിരിക്കരുത്, ഇടയ്ക്കൊക്കെ ഫ്രണ്ടിലും ഇടയ്ക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിന്റെ മൂഡ് അങ്ങ് മാറും. കംഫർട്ട് സോൺ എപ്പോൾ പൊളിക്കുന്നു അപ്പം നിങ്ങൾ കൃത്യമായിട്ട് വിജയിച്ചിരിക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. ഗ്രോത്ത് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ പൊളിക്കുന്നിടത്താണ് ഗ്രോത്ത് ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കംഫർട്ട് സോൺ ഏതൊക്കെയാണെന്ന് ഒന്ന് നിങ്ങൾ ഇന്ന് പറ്റുകയാണെങ്കിൽ രാത്രി ഒന്ന് ഡിസ്കസ് ചെയ്യണം. ചിലർക്ക് മിണ്ടാതിരിക്കുമ്പോൾ ഒരു കംഫർട്ട് സോണാണ്. ക്ലാസ്സിൽ വേറെ ശല്യമൊന്നുമില്ല, പക്ഷേ ടീച്ചർ എന്ത് ചോദിച്ചാലും വേറെ ചിലരുണ്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. അവർക്കും ശല്യമില്ല, ഇവർക്ക് ശല്യമില്ല. പിന്നെ നിങ്ങൾ ആരും എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ ഇവിടെ മിണ്ടാതെ വന്നിരിക്കുന്ന ഒരു ആത്മജീവിയാണ്. ചിലർ അങ്ങനെയുണ്ട്, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല, ആ കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കും.
പിന്നെ വേറെ ചിലരുണ്ട് ഈ ഉറങ്ങുമ്പോൾ കിട്ടുന്ന കംഫർട്ട് സോൺ, അത് പ്രത്യേകിച്ച് ക്ലാസ്സിൽ അത് പൊളിച്ചു കളയണം. ചിലർക്ക് രാവിലെ എഴുന്നേറ്റതിന് ശേഷം വീണ്ടും കിടക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലേ, അത് മാറ്റണം. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏതാണ്ട് 6 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ ബ്രെയിന് ഉറങ്ങാൻ, മാക്സിമം 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാലും ഹെൽത്തി ആയിട്ട് 6 മണിക്കൂർ മതി. ഓക്കെ, നിങ്ങൾ പിന്നെ പഠിക്കുന്നവരാണ്ട് 8 മണിക്കൂർ. രാത്രി 10 മണിക്ക് ഉറങ്ങിയാൽ രാവിലെ ഒരു 4 മണിയാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിനോട് പറയും എഴുന്നേറ്റോ എഴുന്നേറ്റോ എഴുന്നേറ്റോ. അങ്ങനെയാണ് നമ്മൾ ഈ 4 മണി 5 മണിയാകുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് വരുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന പരിപാടി എന്താണ്? എഴുന്നേറ്റിട്ട് ഫോൺ നോക്കിയിട്ട് ഫോൺ നോക്കിയിട്ട് വേണം, മിക്കവാറും ഫോൺ നോക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഫാനൊക്കെ ഓഫ് ചെയ്ത്, പിന്നെ തലേണെ എടുത്തൊക്കെ ഒന്ന് നേരെ വെച്ച്, പിന്നെ പുതപ്പെടുത്ത് ഒന്നുകൂടെ മൂടി ഒരു ഉറക്കമുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ ബ്രെയിനിനോട് നിങ്ങളുടെ ശരീരം കൊണ്ട് പറയാണ് എനിക്കിനിയും ഉറങ്ങണം. അപ്പൊ പ്രഷറൈസ് ചെയ്ത് നിങ്ങളുടെ ശരീരം എക്സ്ട്രാ എനർജി കൊടുത്ത് ഉറങ്ങാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് രാവിലെ 8 മണിയാകുമ്പോൾ നിങ്ങൾ അടുത്ത ഡയലോഗ് പറയും, ഇന്നത്തെ ഉറക്കം ഭയങ്കര. അത് കാരണം ഇതാ, അവിടെയാണ് കംഫർട്ട് സോൺ പൊളിച്ചു കളയേണ്ടത്. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. കാരണം 4 മണിക്ക് എഴുന്നേറ്റാലേ എനിക്ക് ഇന്നുള്ള പല പരിപാടികളുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരം 6 മണിക്ക് എനിക്കൊരു ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോകണം. അത് സൂമിലാണ്, ഓൺലൈനിലാണ്. അപ്പോൾ ഓരോ ക്ലാസ്സിനും എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടത്, എത്ര മണിക്കൂർ അതിന് വേണ്ടി തയ്യാറാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല പ്ലാൻ ചെയ്യാനായിട്ട് സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ കംഫർട്ട് സോൺ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ പൊളിച്ചു കളയണം. നിങ്ങളിപ്പോൾ കംഫർട്ട് സോൺ പൊളിച്ചാൽ നല്ല തൊഴിൽ മേഖലയിൽ കംഫർട്ടായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ കംഫർട്ടായിട്ടിരുന്നാൽ ബാക്കി പറഞ്ഞോ, ജീവിതകാലം മുഴുവൻ ഒരു കംഫർട്ടും നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കംഫർട്ട് സോൺ പൊളിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റോ, എല്ലാവരും എഴുന്നേറ്റോ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞോ, ഞാൻ പറയുന്നതേ പറയാവൂ, ഇനി മുതൽ എൻ്റെ കംഫർട്ട് സോൺ നിനക്ക് മനസ്സിലായാൽ നീ തന്നെ അത് പൊളിക്കണേ. വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കംഫർട്ട് സോൺ ഏതാണ്ട് പൊളിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കുറച്ച് സമയം ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു രസമായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് പോകുന്നു, ചായ കുടിക്കാനായിട്ട് പോകുന്നു. ദെൻ വിൽ ബാക്ക്. ഓക്കെ, ടീ ബ്രേക്ക്, ഗോ. അപ്പോ ആരെയാണ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനായിട്ട്? ആരാ വരാൻ പോകുന്നത്? ആനന്ദു. ഓക്കെ, വെള്ളം ഒഴിച്ചോ. അനന്ത് ഇപ്പൊ വെളിയിൽ നിന്ന് വന്നതാണോ? അനന്തുവിനെ ഞങ്ങളൊന്ന് ഇവിടെ ഓക്കെ ഇനി വേറെ ആരുണ്ട്? ഒരാളെ ഉള്ളോ? എന്തിനാന്ന്? ഓക്കെ, അനന്തുവിനോട് ഒറ്റ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാരണം? ഒന്ന്, എൻ്റെ അമ്മയുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ടീച്ചേഴ്സ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, അവരുടെ ഇൻഫ്ലുവൻസ്. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ. ഇനി ആരാണ് ഇപ്പൊ കയറിയെന്ന്? ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ലേ? സെക്കൻഡ് ഇയർ. ഈ കുട്ടികൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ പഠിക്കുന്നത് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ അവർ ഹൃദയസ്ഥമാക്കാൻ എന്തെങ്കിലും ഒരു ടിപ്സ് പറയാം? സിറ്റുവേഷൻ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ, ഡെയിലി ലൈഫ് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പൊ 5 5 10 പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കും? കയ്യിൽ എന്ത് പറഞ്ഞു കൊടുക്കും? 5 വിരലുകൾ.
അല്ലെങ്കിൽ ഒരാളുടെ 5 മിഠായി ഉണ്ട്, ആ. തൊട്ടടുത്ത ആളുടെ വേറൊരു 5 മിഠായി ഉണ്ട്. അപ്പൊ ആ കുട്ടി 5 മിഠായി കൂടെ തരാണെങ്കിൽ മൊത്തത്തിൽ എത്രയായി എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ കല്ലുകൾ യൂസ് ചെയ്ത് മിഠായി അവരുടെ കയ്യിൽ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യിക്കാം. ഈ ക്ലാസ് റൂമിലെ ഈ ഡിസിപ്ലിൻ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഏതോ ഒരു കുട്ടി ഭയങ്കര ബഹളം വയ്ക്കുന്നു, എന്ത് ചെയ്യും ആസ് എ ടീച്ചർ? ആദ്യമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പഠിപ്പിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾ കേട്ടിരിക്കുന്ന രീതിയിൽ നല്ലൊരു ഇൻട്രൊഡക്ഷനിലൂടെ തുടങ്ങുക. ഇതിൽ രാഹുൽ എന്ന് പറയുന്ന കുട്ടി ഭയങ്കര ബഹളം കാണിക്കുകയാണ്. അപ്പൊ അവനെ തന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. രാഹുലിനോട് തന്നെ വീണ്ടും വിളിച്ച് ചോദിച്ചു. അപ്പോഴത്തേക്കും മിണ്ടാതിരിക്കുമല്ലോ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്റെ ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനെ വിളിക്കും, എന്തെങ്കിലും ചോദിക്കും, കളിയിലൂടെയും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ആക്ടിവിറ്റി എടുക്കാൻ പറ്റും എന്നാണ് വിശ്വാസം. വിശ്വാസം. ഓക്കെ, നല്ലൊരു ക്ലാപ്പ് കൊടുത്തോ. വെരി ഗുഡ്. ഗോ 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 ഗോ. ഓക്കെ, ഈ നമ്മുടെ 5 സെൻസറി ഗേറ്റ്സ് ഉപയോഗിച്ച് കുട്ടികളെ ഈസി ആയിട്ട് അവരുടെ മെമ്മറിക്കകത്ത് കേട്ടാനുള്ള ഒരു മാർഗം, അവരുടെ 5 സെൻസറി ഗേറ്റ്സ് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കാൻ അവരുടെ 5 സെൻസറി ഗേറ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് അവർ കാണുന്നു, പിന്നെ കേൾക്കുന്നു, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സ്പർശിക്കും. ഈ പട്ടികടി കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആ, മുട്ടായി കിട്ടുമെന്ന് പറഞ്ഞ ഉടനെ കൈവക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് പട്ടി കടിച്ചത്? ഏത് പ്രായത്തിലാണ്? കുറെ പ്രായത്തിൽ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കടിച്ച പറ. 4 വയസ്സുള്ളപ്പോൾ കടിച്ച പട്ടി. ആ പട്ടി ഏത് കളർ പട്ടിയായിരുന്നു? ബ്രൗൺ കളർ. എവിടെയാണ് കടിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, കാലില് ബ്രൗൺ പട്ടി കടിച്ചു, 4 വയസ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യമായിട്ട് ഉറുമ്പ് കടിച്ചത് എപ്പോഴാണ്? ആദ്യമായിട്ട് കൊതുക് കടിച്ചത് എപ്പോഴാണ്? എന്തുകൊണ്ട് കൊതുക് കടിച്ചതും ഉറുമ്പ് കടിച്ചതും ഓർക്കുന്നില്ല, പട്ടി കടിച്ചതും ഓർക്കും? അതൊരു വലിയൊരു സാധനമായിരുന്നു, ഇത് കുഞ്ഞായിരുന്നു. ഓക്കെ, വേറെ എപ്പോഴും. പക്ഷെ ആദ്യമായിട്ട് കടിച്ച കൊതുക് കടി എന്തുകൊണ്ട് ഓർക്കുന്നില്ല? ആര് ചെറുതായിരുന്നപ്പോ? ആള് ചെറുതായിരുന്നപ്പോ. ഓക്കെ, തിയറി ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് പട്ടികടി ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ 5 സെൻസറി ഗേറ്റ് പെയിന് നല്ലവണ്ണം ആക്റ്റീവായി. അതായത് കടി കിട്ടിയപ്പോൾ കിടന്ന് കരഞ്ഞപ്പോൾ പൊക്കിയെടുത്ത് 4 വയസ്സുകാരിയെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആവശ്യത്തിന് സൂചിയൊക്കെ കുത്തി, പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സൂചി കുത്താൻ കൊണ്ടുപോയി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായി. അതായത് മറക്കാനാവാത്ത രീതിയിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉറുമ്പ് കടിച്ചത് നമ്മൾ മറന്നുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓർക്കാത്ത കാരണം അത് നമ്മുടെ 5 സെൻസറി ഗേറ്റ്സിനെ അധികം ഒന്നും ബാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പല കാര്യങ്ങളും മെമ്മറിയിൽ ചിലതിങ്ങനെ മറക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം അത് ദീർഘനാളുകൾ നമ്മൾ ഓർക്കുന്ന രീതിയിൽ എന്തോ ഇവന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും കുട്ടികളുടെ ഹൃദയത്തിനകത്ത് ദീർഘനാളുകൾ ഓർത്തിരിക്കുന്ന രീതിയിലാക്കിയാൽ അവർ നാളെ വളർന്നു വരുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ പറയും, എനിക്ക് ഇങ്ങനെ ഒരു ടീച്ചറിനെ അറിയാം, ആ ടീച്ചറാണ് എന്നെ ഇന്ന കാര്യം പഠിപ്പിച്ചത്. നിങ്ങൾ ചിലർക്കൊക്കെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിപ്പിച്ച ചില ടീച്ചർമാർ പോലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും ഉണ്ട്. ദേ ടച്ച് ദ ഹാർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഹൃദയത്തിൽ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് മടങ്ങി വരികയാണ്. നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എംപവർമെന്റ് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് ശരിയായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെങ്ത് ശരിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കംഫർട്ട് സോൺ പൊളിച്ചു കളയുക. അടുത്ത വേറൊരു കാര്യം എന്നുള്ളത് എവരി സ്മോൾ റിസ്ക് ബിൽഡ് കറേജ് എന്നുള്ളതാണ്. റിസ്ക് എടുക്കാൻ തയ്യാറാകണം. പാട്ടുപാടാൻ അറിയാമോ? ഒരു പാട്ടുപാടാ. ആ ആ
ഇനി ക്ലാസ് എടുക്കണമെന്ന് തന്നെ സംശയമായി. എക്സലന്റ് ആയിരുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം വീണ്ടും. അവിടെയാണ് റിസ്ക് എടുക്കാൻ തയ്യാറായത്. റിസ്ക് എടുക്കാൻ തയ്യാറായപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മൈക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് അതൊരു റിസ്ക് അല്ല. പക്ഷെ എനിക്ക് അറിയത്തില്ല ഇദ്ദേഹം പാടുമെന്നുള്ളത്. ഇത്രയും പേരുടെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ മൈക്ക് കൊണ്ട് ഞാൻ കൊടുത്തു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ ഈ നമ്മൾ നേരിടുന്ന ചില കാര്യങ്ങൾ കാണും. അവിടെ ഒരു ശങ്കയും ഇല്ലാതെ ഓക്കെ ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് റിസ്ക് അല്ല? കാരണം ഷീ നോസ് ഓൾറെഡി ദ സോങ്. വളരെ ഈസിയാണ്. ഷീ ഈസ് ഓൾറെഡി സ്കിൽഡ് അല്ലേ? നല്ലവണ്ണം സ്കിൽഡ് ആണ്. ആ പാട്ടിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അതേ പാട്ട് പല വേദികളിൽ ചിലപ്പോൾ പാടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരാള് മൈക്ക് കിട്ടിയപ്പോൾ ഇനി വേറെ ഒന്നും നോക്കിയില്ല, എങ്ങ് പാടി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുക. 50-50 ആണ്. പലപ്പോഴും ചില ചോദ്യങ്ങൾ ക്ലാസ്സിൽ അധ്യാപകർ ചോദിക്കുമ്പോൾ നമുക്ക് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നില്ല. വൈ? പേടി. എന്ത് പേടി? തെറ്റുമെന്നുള്ള പേടി. എത്ര ശതമാനം? 50% ഉള്ളൂ. പക്ഷെ 50% ശരിയാണെന്നുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ 50% പേടിയിൽ നിന്നുകൊണ്ട് നമ്മൾ അത് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ സാധ്യതകൾ നഷ്ടമായി പോകുന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ട്രെയിനിൽ കയറുമ്പോൾ 50% എനിക്ക് പേടിയാണ്, ഈ ട്രെയിൻ മിക്കവാറും അതിന്റെ ട്രാക്ക് വിട്ട് പോകാൻ സാധ്യതയുണ്ടോ? നമ്മൾ പേടിക്കുമോ? എന്നാൽ സാധ്യതയുണ്ടോ? പക്ഷെ ആ സാധ്യത നമ്മൾ വകവയ്ക്കുന്നില്ല. ഇപ്പൊ തലയുടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫാൻ എത്ര വർഷമായിട്ട് ഇത് കറങ്ങുന്നെന്നറിയാമോ? ഉടനെ നിങ്ങൾ അങ്ങ് ചിന്തിക്കുകയാണ് ഇന്ന് മിക്കവാറും അതിന്റെ കൊളുത്ത് പൊട്ടി എന്റെ തലയിൽ. അങ്ങനെ ചിന്ത വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല സാധ്യത ഉണ്ടെങ്കിൽ അക്കാര്യം വല്ല സാധ്യത ഉണ്ടെങ്കിൽ ഈ ഫാൻ ഉള്ളിടത്ത് ഇരിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട്. ഏത് റിസ്ക്കും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫെയിലിയറിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത്. നിങ്ങൾ ഭയപ്പെടേണ്ടത് ഒരിക്കലും ഫെയിലിയറിനെ ആകരുത്. എനിക്ക് ഇത് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തില്ല, ട്രൈ ചെയ്യണമായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ആരാണ് ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നത്? അപ്പം നമ്മളിങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കും. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്, എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഒരു എല്ലാവരുടെയും ശബ്ദത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത വെച്ച് എൻ്റെ അധ്യാപകൻ 10ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, നീ വേണം ഈ നാടക മത്സരത്തിൽ നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നീ വേണം വോയിസ് കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനേ പേടിയാണ്. പക്ഷേ ഈ നാടകത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഡയലോഗ് നല്ലവണ്ണം അറിയാം. അങ്ങനെ ഞാൻ പിന്നിൽ നിന്ന് ഇങ്ങനെ മൈക്കും വെച്ച് ഡയലോഗ് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം അവസാനത്തെ സമയത്ത് കയറി വരേണ്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ സാറ് പറഞ്ഞു അവിടെ നാടകം തുടങ്ങി, ആ എല്ലാം കർട്ടൻ പൊങ്ങി. അപ്പോൾ ഞാൻ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോ ഡയലോഗ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രധാന ഇതെന്നുള്ളത് ഈ മിസ്സായ ആളുടെ ഡയലോഗ് പറയുക, അതാണ് എൻ്റെ ഇത്. സമയമായപ്പോൾ ആള് വന്നില്ല. നാടകം തുടങ്ങിക്കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ പകുതി വെച്ചൊന്നും ചെയ്യാനും പറ്റത്തില്ല. സാർ ഈ കൂട്ടുകാരോട് എന്തോ പറഞ്ഞു, ഇത് ഞാൻ എന്താണെന്ന് കേട്ടില്ല. സാറ് പറഞ്ഞെന്തെന്നറിയാമോ? ഈ ക്യാരക്ടറിന്റെ ഇതാവുമ്പോൾ എടാ നിങ്ങളെല്ലാം കൂടെ ഇവനെ പിടിച്ച് ഒരൊറ്റ തള്ളു കൊടുത്തോളണം. അപ്പൊ ഞാൻ ഈ ബാക്കിലുള്ള ഇത് കർട്ടന്റെ അകത്തുനിന്ന് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് വരും, എന്നെ തള്ളി ഫ്രണ്ടിലോട്ടാക്കണം, എന്നാൽ ഞാൻ ക്രൗഡിന്റെ മുമ്പിൽ വരും. ഇതായിരുന്നു. പക്ഷേ എന്നെ ഒരൊറ്റ തള്ളു, ഞാൻ ആള് കാണാനില്ല. അപ്പോഴത്തേക്കാണ് സാറ് പിള്ളേർക്ക് കണ്ണ് കാണിക്കുന്നത്. എന്നെ ഇവന്മാരെല്ലാം കൂടെ ഒരൊറ്റ തള്ളു തള്ളി ഈ ഇതിന്റെ അകത്തോട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഡയലോഗ് നല്ലവണ്ണം അറിയാം, പൊളിയാനും പാടില്ല. നാടകം കൃത്യമായിട്ട് ഡയലോഗ് പറയാൻ പറ്റി. അതിൻ്റെ ഒരു ഗുണം, അന്നാണ് ആദ്യമായിട്ട് ക്രൗഡിനെ ഫേസ് ചെയ്യാനായിട്ട് മൈക്കുമായിട്ട് നിൽക്കാൻ പഠിച്ചത്. ആ സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഇതിനോടകം തന്നെ 10,000 യൂത്ത്സ് ആകട്ടെ, മുതിർന്നവരാകട്ടെ, പാരൻസ് ആകട്ടെ, ടീച്ചേഴ്സ് ആകട്ടെ, 10,000 ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. അപാര തൊലിക്കട്ടിയാണ്. കണ്ട തൊലി കണ്ടില്ലേ? അപാര തൊലിക്കട്ടിയാണ്. സാധ്യതകളെ ഒരിക്കലും മിസ്സാക്കരുത്.
ആരാണ് ഇന്ന സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പോവാം. എല്ലാത്തിനും അങ്ങ് ചാടി ഇറങ്ങണം. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാം അറിയാം, പക്ഷേ ചെയ്യില്ല. നമുക്ക് കോൺഫിഡൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്നെ കൊണ്ട് അത് ഇന്ന കാര്യം ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു ഫിയർ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോ തോമസ് ആൽവ എഡിസനെ നമുക്കറിയാം, 1000 പ്രാവശ്യം ബൾബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഓരോ പ്രാവശ്യം ബൾബ് ഉണ്ടാക്കുമ്പോൾ അത് ഓണാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. 1000 പ്രാവശ്യവും പൊട്ടിത്തെറിച്ച് 1001ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം ബൾബ് ഉണ്ടാക്കി. ബൾബ് കത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുക്ക് മൈക്കും കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്ന പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ 1000 പ്രാവശ്യം ഈ ബൾബ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് പൊട്ടിപ്പോയല്ലോ, നിങ്ങൾ എന്താണ് പഠിച്ചത്? ഉടൻ പുള്ളി പറഞ്ഞു, 1000 പ്രാവശ്യം എങ്ങനെ ബൾബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിച്ചു. അത് ഏറ്റവും വലിയൊരു പഠിത്തമല്ലേ? ചിലപ്പോൾ നിങ്ങൾ റോങ് മോഡൽസിനെ കാണും. ചില രീതികൾ കാണുമ്പോൾ നമ്മൾ ഉടനെ പഠിക്കേണ്ടത് അയാളെ പോലെ ആകാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചു. നല്ല കാര്യം. ഈവൻ നമ്മുടെ ഫാമിലിയിൽ പോലും ചില പപ്പയും മമ്മിയും ഒക്കെ ചിലപ്പം എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആ ആർഗ്യുമെന്റ് പോയി വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചു, ഒരു ഭർത്താവ് എങ്ങനെ ആകാൻ, ഒരു ഭാര്യ എങ്ങനെ ആകാൻ, അത് പഠിച്ചില്ലേ? ഒരു ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചർമാർ ഏതെങ്കിലും റോങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു, ഉടനെ നമ്മൾ ഒരു ടീച്ചർ എങ്ങനെ ആകാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചു. ഇപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദനയുണ്ട്. എന്തെന്നറിയാമോ? ചെയ്യാത്ത തെറ്റിന് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ചിലപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോഴായിരിക്കും 4ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ വന്ന് കയറിയപ്പോൾ കണ്ടത് നമ്മളെയാണ്. ആ ഡൊമിനോ എഫക്ട് എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് കിട്ടിയതിന്റെ ബാക്കിയായിരിക്കും ടീച്ചർ ഇവിടെ കൊണ്ടുവരുന്നത്. വന്ന് കണ്ട പാടെ തന്നെ നമ്മളെ എടുത്തിട്ട് 2-3 അടി അടിച്ചു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തപ്പോൾ പല അടി കിട്ടിയിട്ടുണ്ട്, അതെല്ലാം മറന്നിട്ടുണ്ട്. പക്ഷെ ചെയ്യാത്ത തെറ്റിനുള്ള അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചു, ഈ ടീച്ചറിന്റെ ബിഹേവിയർ ഒരിക്കലും എനിക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം പഠിച്ച കാര്യം അതാണ്. ഇനി ജെ.കെ. റൗളിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ജെ.കെ. റൗളിംഗ്? കഥ എഴുതിയിട്ട് സ്വന്തം കൂട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവർ കഥ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു കഥയാണോ, ഇത് ആരെങ്കിലും വായിക്കുമോ എന്ന് പറഞ്ഞ് ചവറ്റുകുട്ടയിലോട്ട് എറിഞ്ഞു കളഞ്ഞു. വീണ്ടും എഴുതി. അന്ന് ഇന്നത്തെ ടൈപ്പ് റൈറ്റർ മെഷീൻ പോലുള്ള സംവിധാനമേ ഉള്ളൂ. ഇത് ഇത്രയും ടൈപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എടുക്കും. എന്നാലും ഇദ്ദേഹം ഈ പെൺകുട്ടി ഈ സ്ത്രീ ഇരുന്ന് എഴുതിയിട്ട് അടുത്ത് വീണ്ടും കൊണ്ടുകൊടുത്തപ്പോൾ പ്രിന്റ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. 11 പ്രാവശ്യം സ്വന്തം കൈപ്പടയിൽ എഴുതിയെടുത്ത ഈ കഥ ഒരിക്കലും ആരും കാണത്തില്ല എന്ന് പറഞ്ഞ്, വെളിച്ചം കാണത്തില്ല എന്ന് പറഞ്ഞെടുത്ത് തള്ളിക്കളഞ്ഞപ്പോൾ 12ാമത്തെ പ്രാവശ്യം ഈ പുള്ളിക്കാരി പറഞ്ഞു, എങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇനിയും ഇതേ കാര്യം തന്നെ എഴുതും. രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് പരാജയപ്പെട്ടാൽ നമ്മളടുത്ത് എന്തോ ചെയ്യും? അമ്മ പറയാണ്, എടാ ഒരു ചായ ഇട്ടിട്ടോ. അമ്മ പറയാം, നമ്മൾ ചായ ഇട്ടു കൊണ്ടുകൊടുത്തു. അപ്പൊ അമ്മ പറയും, മീശ വളർന്നിട്ട് എടാ നിനക്കൊരു ചായ പോലും. നമ്മൾ ഉടനെ ഒരു തീരുമാനമെടുക്കും. ഭർത്താവ് എവിടെ ഇപ്പോൾ? ഇപ്പൊ എവിടെ? LLB. അപ്പൊ നോക്കിയും കൊണ്ട് സംസാരിക്കാവൂ. അപ്പൊ ഭർത്താവ് പറയണം, ചിക്കൻ കറി അറിയാലോ, ഉണ്ടാക്കാൻ അറിയാലോ, അത്യാവശ്യം ചിക്കൻ കറി മതി. അപ്പൊ ഭർത്താവിന് അത്യാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കും. ഈ അത്യാവശ്യം ചിക്കൻ കറി ഭർത്താവ് കഴിച്ചിട്ട് ഭർത്താവ് പറയാണ്, ഇതിനേക്കാളും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. എത്ര മാസമാണ്? 24 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. എന്നിട്ടും നിനക്ക് നേരെ ഒരു ചിക്കൻ കറി പോലും വച്ചു തരാൻ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ഭർത്താക്കന്മാരുണ്ട്. ഭാര്യമാരൊന്ന് കൈവക്കുക കല്യാണം കഴിഞ്ഞവര്. കൈതാഴ്ത്തിട്ടോ. വെരി ഗുഡ്. ഇത് നിങ്ങൾക്കൂടെ ഉള്ള ഒരു ടിപ്സാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ഭർത്താക്കന്മാർ എന്തെങ്കിലും കമ്പാരിസൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ പേര് കൂടെ എടുത്തു പറയുന്നവരുണ്ട്. അത് വെറുതെ ഒരു രസത്തിനാണ്, അല്ല നിങ്ങൾ അതിനെ ഭയങ്കര ഗൗരവമായിട്ട് ചിന്തിക്കരുത്. ചില ഭർത്താക്കന്മാർ പറയും, എടി നിനക്കൊരു ചിക്കൻ കറി പോലും വെച്ച് തരാൻ അറിയത്തില്ല, ഇതിനേക്കാളും നല്ലത് മെനഞ്ഞാന്ന് നമ്മൾ ഇന്ന വീട്ടിൽ പോയപ്പോൾ അവിടെ ഉള്ള മറ്റേ ഗോമതി വെച്ച് തന്ന ചിക്കൻ കറി എന്തോ ഒരു ചിക്കൻ കറി ആയിരുന്നു.
ഉടനെ തന്നെ നമ്മൾ ഒരു തീരുമാനം എടുക്കും. എന്തോ തീരുമാനം? ഇനിമേലിൽ ഞാൻ വച്ചു തരത്തില്ല. പിന്നെ അടുത്ത് വേറൊരു തീരുമാനം കൂടെ. ഗോമതിയുടെ വീട്ടിൽ. പുള്ളിയാണെങ്കിൽ ഗ്രീൻ സിഗ്നൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഗോമതിയുടേത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ തിരിച്ചു പറഞ്ഞോളാം. എന്തോന്നറിയാമോ? നിങ്ങളെ മനസ്സിലങ്ങ് ഉറപ്പിച്ചോളാം. എൻ്റെ കൈയുടെ കരവിരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കില്ല് ചിക്കൻ കറിയിലൂടെ ഞാൻ കാണിച്ച് അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വലിച്ചെടുക്കും. അങ്ങനെ ഒരു തീരുമാനം വേണം എടുക്കാൻ. അല്ലാതെ ഗോമതിയുടെ ചിക്കൻ്റെ ബാക്കുന്നു എന്തൊക്കെയോ ഓർത്ത് ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പ്രത്യേകം കാണേണ്ടതുണ്ട്. പുള്ളി എന്തൊക്കെയോ ഈ കേറി ചിന്തിച്ചോന്നൊരു സംശയം. ഓക്കെ, വെരി ഗുഡ്. പുള്ളി കയറിയേ ചിന്തിക്കത്തുള്ളൂ അല്ലേ? സാധാ ചിന്തയൊന്നും അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ മുൻപിൽ ഇത്തരത്തിലുള്ളത് വരുമ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിക്കേണ്ടത്, എങ്കിൽ ഞാൻ വീണ്ടും ചെയ്യും, എങ്കിൽ ഞാൻ വീണ്ടും അത് പാട്ട് പാടാൻ നിന്നു. കൂടെ 4-5 പേര് ഒരുമിച്ച് പാടുന്ന ഒരു ഗ്രൂപ്പ് സോങ് പാട്ട് പാടാൻ നിന്നു. ഒരാൾ തെറ്റിച്ചു. ഉടനെ ടീച്ചർ എന്ന് പറയണം, ഇതിൽ ആരോ ഒരാൾ പിച്ച് ഔട്ടാണ്, നല്ലവണ്ണം പാടുന്നില്ല. ഉടനെ അടുത്ത ആൾ പറയും, ടീച്ചർ ഇവളാണ്. ഉടനെ നമ്മളടുത്ത് എന്തോ തീരുമാനിക്കും? ഇനി മേലാൽ ഞാനിനി ദേശീയ ഗാനം പോലും പാടത്തില്ല, എല്ലാം നിർത്തി. ശരിയല്ലേ? അപ്പൊ നമ്മൾ നേരെ തിരിച്ചു ചിന്തിക്കണം, ഞാൻ ഈ പാട്ട് നല്ലവണ്ണം പഠിച്ചിട്ടേ ഉള്ളൂ കാര്യം, ഞാൻ ഈ കാര്യം ചെയ്തിട്ടേ ഉള്ളൂ. ടീം വർക്കാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം എഫക്റ്റീവായിട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഏത് തൊഴിൽ മേഖലയിലും ആദ്യം അവർ നോക്കുന്നത് നിങ്ങളുടെ ടീം വർക്കിന്റെ സ്കില്ലാണ്. ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 90കളിൽ. അന്ന് ഞങ്ങളുടെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്യു ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആർക്കും ഐക്യു ഒന്നും വേണ്ട. ഐക്യു ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു ടീമിനോടുകൂടെ എങ്ങനെ വർക്ക് ചെയ്യും? ഒരു കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോയി എല്ലാവരെയും ഒറ്റ കുടക്കീഴിൽ നിർത്താനുള്ള സ്കില്ല്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ വരും, പക്ഷെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കും. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും. കൈകളും കാലുകളും ഒന്നും ഇല്ലാത്ത ഒരു 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 സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ലോകത്തിലെ ഇന്നുള്ളതിൽ വെച്ച് നിക് ബിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മോട്ടിവേഷണൽ സ്പീക്കറാണ്. കാരണം ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിന് എന്തില്ല എന്നുള്ളതല്ല പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പിന്നെ എന്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് നമ്മുടെ എനർജി കളയരുത്. എന്തുണ്ടെന്ന് വേണം പറയാൻ. ആ കോളേജിൽ അതുകൊണ്ട് ഈ കോളേജിൽ ഇതില്ല, അവിടെ അതുകൊണ്ട് ഇവിടെ ഇല്ല, ആ വീട്ടിൽ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, അവൻ അങ്ങനെയുണ്ട്, ഇവൻ എങ്ങനെയുണ്ട്, അവൾക്ക് അങ്ങനെയുണ്ട്, എനിക്കൊന്നുമില്ല എന്നല്ല പറയേണ്ടത്. എനിക്കെന്തുണ്ട്? വാട്ട് ഐ ഹാവ്. നമുക്ക് നല്ല പവറുണ്ട്, നമുക്ക് നല്ല കാര്യം, നമുക്കുള്ളത് കണ്ടെത്തി കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ വിജയിച്ചിരിക്കും. ഞാനപ്പോൾ അതിന്റെ അവസാനത്തെ ഘട്ടത്തിലോട്ട് എത്താനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തെ തന്നെ ചൊടിപ്പിച്ച ഒരു കൊച്ചു ബാലൻ ആരെന്നറിയാമോ? He knows his power. ഒരു ബന്ദ് നടക്കുന്നു, മുഴുവൻ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഈ പയ്യന്റെ കയ്യിലാണെങ്കിൽ ഒരായുധം പോലും ഇല്ല. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന ലാത്തിയേക്കാൾ, തലയിലിരിക്കുന്ന തൊപ്പിയേക്കാൾ, അതുപോലെ തന്നെ അവര് അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെക്കാൾ, അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടൊരു വിൽ പവർ ഉണ്ടായിരുന്നു അവന്. സമരം ചെയ്യാൻ വന്ന പാർട്ടികൾ പോലും എവിടെയാണ് വഴിയെന്ന് പറഞ്ഞ് ഓടാൻ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിന്നിട്ട് ഈ പയ്യൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ മുന്നോട്ട് പോകണം, തുറന്നതാ വഴി. കാരണം ഇത് ഇന്ത്യയാണ്, ഞാൻ കൂടെ ജനിച്ച രാജ്യമാണ്. ഇത് നമുക്കൂടെ ജീവിക്കാനുള്ള ഇന്ത്യയാണ്. ആണോ അല്ലയോ? അല്ലേ? നീ മേലിൽ ചാകുന്നെന്ന് പറഞ്ഞു പോരുത്. ഞാൻ ഇനി ജീവിക്കുന്നില്ല, ഞാൻ പോട്ടെ ഈ ലോകത്തുനിന്ന്. എടാ, അങ്ങനെ ആരെങ്കിലും തീരുമാനിക്കുമ്പോൾ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം, ശരിയല്ലേ? ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഈ ത്വര പലർക്കും ഉണ്ടാകുന്ന കാരണം എന്തെന്നറിയാമോ? അയ്യോ, എന്റെ ജീവിതം തീർന്നു, ഞാനിനി ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞു ഒരു കയറിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് അപാര സാധ്യതയാണ്. ഇത്രയും ആളുകൾ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ പോലീസുകാരന്.
ഒടുവിൽ അവസാനം എങ്ങനെയെങ്കിലും അത് പരിഹരിച്ച് തേണ്ട അടുത്ത ആളെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും അവന്റെ ആ നിപ്പ് നോക്കി ആ ഫേസ് കണ്ടാൽ അറിയാം വീട്ടിൽ പോയി അവാർഡ് കൊടുക്കണം. പേടിയില്ലാതെ, ബിക്കോസ് ഹീ നോസ് ഹീ ഈസ് റൈറ്റ്. അവന്റെ ഭാഗം ശരിയാണെന്ന് അവനറിയാം. ഈ നമ്മുടെ ഭാഗം ശരിയാണെന്ന് അറിയാമെങ്കിലുണ്ടല്ലോ ഒരു കാരണവശാലും പേടിക്കും. നമ്മൾ പേടിക്കുന്നതിന്റെ കാരണം എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് എന്തോ പറഞ്ഞോട്ടോ. നോട്ടം കാണും പറയാം ഒരു പേടിയില്ലാത്ത പാർട്ടിയാണ്. നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ ജസ്റ്റ് ഗോ അഹെഡ്, ഒരു കാരണവശാലും പേടിക്കരുത്. അപ്പൊ അതുകൊണ്ട് സ്ട്രെങ്ത് ഇൻ എവറിഡേ ലൈഫ്, ഡെയിലി ലൈഫിൽ സ്ട്രെങ്ത് ഹാൻഡിൽ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുള്ളത് എപ്പോഴാണ്? എക്സാമിന്. കാരണം എത്ര റെക്കോർഡുകൾ നിങ്ങൾക്ക് കൊടുക്കണം? റെക്കോർഡ് എത്ര എണ്ണം കൊടുക്കണം? എത്ര റെക്കോർഡ്സ് ഉണ്ട്? 4 അറിയത്തില്ല. നല്ല വിദ്യാർത്ഥികൾ. ഏതാ? ഒരു റെക്കോർഡേ ഉള്ളൂ. ഓക്കെ. ഇനി റെക്കോർഡ്സ്, ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ടോ? ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ തിയറി എക്സാമുകൾ, ഓരോ പേപ്പറും നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. പക്ഷേ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. നമ്മളുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വേറെ ആരും വന്ന് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ പ്രശ്നം നമുക്ക് മാത്രമേ അറിയാവൂ. ശരിയല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ബിലീവ് യുവർ എബിലിറ്റി. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റു എന്നുള്ളത്. ശരി, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന്. അത് ഏതാണ്ട് 1.5 മാസം മുമ്പേ തീരുമാനിച്ചതാണ്. ഈ ക്യാമ്പിന്റെ ഓരോ ദിവസവും ഏതൊക്കെ വസ്ത്രം ധരിക്കണമെന്ന്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രത്യേകത അതാണ്. യു ആർ വെൽ 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 പ്ലാൻഡ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. കഴുകിയിട്ടതെല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്ത് വന്നു. വെരി ഗുഡ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് സപ്പോർട്ടിങ് അതേഴ്സ്. ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സ്ട്രെങ്ത്തിലോട്ട് വരുന്നതിന്റെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ അടുത്ത ആളെ സഹായിക്കും. ഈ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ട്. ഈ പഠനങ്ങളിലെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ പഠനത്തിൽ കൂട്ടുകാരനെ സഹായിച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയത്തില്ല, 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 കൂടത്തേ ഉള്ളൂ. എങ്ങനെ? പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, എനിക്ക് എല്ലാ മാർക്കും കിട്ടണം, വേറെ ഒരുത്തനും ജയിക്കരുത്. അങ്ങനെ ചില പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പകരം നേരെ തിരിച്ചു ചിന്തിക്കുക. എന്തോന്നു? അയ്യപ്പാ, ഞാനും ജയിക്കണം, അടുത്തിരിക്കുന്നവനും ജയിക്കണം. വിൻ വിൻ സൊല്യൂഷൻ. ഞാൻ ജയിക്കുന്ന പോലെ എന്റെ അടുത്തിരിക്കുന്നവനും ജയിക്കണം. അത് ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര കുഴപ്പമാണ്. പഠിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ മീൻസ് ഒരേ തോതിൽ പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തവനെ ചവിട്ടി താഴ്ത്തരുത്. കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾ പഠിച്ച കാര്യം അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവനും പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൂടുതൽ നോളജ് നേടുകയാണ്. ഇവിടെ ഒരു ഉറുമ്പിന്റെ ശരീരഭാരത്തെക്കാൾ കൂടുതൽ ഭാരമുള്ളത്, അതിന്റെ നീളവും വ്യാപ്തി എടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിനേക്കാൾ ഏറ്റവും ഭാരമുള്ളത്. ഉറുമ്പ് തലയിൽ വെച്ച് അതും കൊണ്ട് ചുമന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും ഉറുമ്പ് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എൻ്റെ ആരോഗ്യം ഇത്രയേ ഉള്ളൂ എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൻ്റെ തലയിലിരിക്കുന്ന സാധനത്തിനെ സ്വന്തം ശരീരവുമായിട്ട് താരതമ്യം ചെയ്യത്തില്ല. നമ്മളുടെ തലയിലിരിക്കുന്നതിനെ നമ്മുടെ സ്വന്തം എബിലിറ്റിയായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, ഇത്രയും വിഷയമുണ്ട്. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും കാര്യമുണ്ട്. നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള പലതും നിങ്ങളുടെ മെമ്മറിയിൽ ഓർത്തിരിക്കുന്നു. നിങ്ങളുടെ മെമ്മറി അപാര മെമ്മറിയാണ്. അല്ലാതെ 2-3 ആഴ്ച കൊണ്ട് പഠിച്ചതെല്ലാം മറന്നു പോകുമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബേൺ യുവർ ബോട്ട്സ്. കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു ഐലൻഡ് പിടിക്കാൻ പോവുകയാണെങ്കിൽ ഒരു 4-5 പേര് ഒരു ദ്വീപ് പിടിച്ചടക്കാനായിട്ട് അവരെ പറഞ്ഞയച്ചു.
അപ്പൊ ഇവർ പോകുന്ന വഴിക്ക് ഇവർക്കൊരു നിർദ്ദേശം കൂടെ കൊടുത്തു. പിന്നെ നിങ്ങൾ അവിടെ പോയി ഇറങ്ങിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പോയ ബോട്ട് കത്തിച്ചു കളയണം. അതെന്തിനാണ്? തിരിച്ചു വരാനായിട്ട് നിങ്ങൾക്കൊരു ചിന്ത പോലും വരരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പഴയതിനേക്കാൾ ശക്തിയോടെ നിങ്ങൾ അത് കീഴടക്കാൻ ശ്രമിക്കും. തിരിച്ചു വരാനായിട്ട് ഒരു കാരണവശാലും ഒരു കാര്യത്തിന് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഒരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. ഇന്നു മുതൽ നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും. അപ്പോ ഞാൻ എൻ്റെ ക്ലാസിന്റെ അവസാനത്തെ സ്ലൈഡിലോട്ട് വരികയാണ്. അതായത് റിഫ്ലക്ഷൻ. ഒന്ന്, നിങ്ങൾ എല്ലാവരുടെയും കണ്ണടച്ചോ. ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കുമ്പോൾ നേരെ നട്ടല് നേരെ വെച്ചിട്ട് കണ്ണടയ്ക്കണം. നേരെ ഇരിക്കണം. നിങ്ങളുടെ നട്ടല് നേരെ ഇരിക്കണം. കാല് മറ്റേ കോവളത്തെ സായിപ്പിട്ടിരിക്കുന്ന പോലെ ഇരിക്കരുത്. കാലും 90 ഡിഗ്രി കൃത്യം. അത് തന്നെ. ഫ്രണ്ടിലോട്ട് നീട്ടരുത്, അകത്തോട്ടും വച്ചിരിക്കരുത്. 90 ഡിഗ്രി. നിങ്ങളുടെ കൈകൾ രണ്ടും നിങ്ങളുടെ ലാപ്പിലേക്ക് കൊടുക്കുക. കയ്യിലൊന്നും വച്ചിരിക്കരുത്. മൊബൈലൊക്കെ അവിടെ ഇരുന്നോട്ട് ആരും എടുക്കത്തില്ല. ആരും എടുക്കത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. അടുത്ത് ചെയ്യേണ്ടത് പറയാൻ പോവുകയാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട ഏതെങ്കിലും ഒരു ചലഞ്ച്, ഏതെങ്കിലും ഒരു വെല്ലുവിളി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഉറക്കം കെടുത്തിയതാകാം, നിങ്ങളെ കൂടുതൽ സ്ട്രെസ്സിലോട്ട് കൊണ്ടുപോയതാകാം, ഏതെങ്കിലും ഒരു വെല്ലുവിളി. കൊണ്ടുവന്നു. ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് അതിനെ നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്ന് മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾ അതിനെ നേരിടാൻ എന്താണ് ചെയ്തത്? അതായത് നിങ്ങൾ നേരിട്ട വെല്ലുവിളി, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു വെല്ലുവിളി, ഒരു പ്രശ്നം, ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ച് കാണും. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ചിലപ്പോൾ വിഷമിച്ച് കാണും. പഠിത്തം പോലും നിർത്തണമോ എന്ന് ചിലപ്പോൾ ആ പ്രശ്നം കാരണം നിങ്ങൾ ചിന്തിച്ച് കാണും. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് തമ്മിലുള്ള പ്രശ്നമായിരിക്കും നിങ്ങളെ നേരിട്ടത്. നിങ്ങളത് കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂഡ് തന്നെ പോയി. ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വിശ്വാസവഞ്ചന ചെയ്തു. വിശ്വസിച്ച് നിങ്ങളുടെ സുഹൃത്തിനെ വിശ്വസിച്ച് ചെയ്ത ചില കാര്യങ്ങൾ ആ സുഹൃത്ത് വില കൊടുക്കാതെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ അത് നിസ്സാരവൽക്കരിച്ചു. ഇത് കാരണം നിങ്ങൾ നേരിട്ട പ്രശ്നം, നിങ്ങളുടെ മനസ്സിലെ ഒരു തീവ്രമായ പ്രശ്നം. 2, അത് നേരിടാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചിന്തിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പതുക്കെ കണ്ണു തുറക്കുന്നു. വളരെ പതുക്കെ കണ്ണു തുറക്കുക. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് അത് ചിന്തിച്ചതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സൊല്യൂഷൻ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് you have the ability to face the issues in your life. You have the solutions. You have the choice. You have the plan. Plan A മുതൽ B, C വരെയല്ല, പ്ലാൻ Z വരെ പ്ലാനുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ പോകുമ്പോൾ നിങ്ങൾ തിരിച്ചു പോയിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡോർമെട്രിയിൽ എവിടെയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 5 minutes നിങ്ങളുടെ സ്ട്രെങ്ത് മാത്രം ഒന്ന് കുറിച്ചിട്ടാൽ മതി. നിങ്ങളുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് അങ്ങ് മറന്നു കളഞ്ഞേക്കണം. നിങ്ങളുടെ സ്ട്രെങ്തുകൾ മാത്രം കുറിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത്. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിരിക്കുക. ഇതിനു മുൻപ് നിങ്ങൾ നേരിട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാനായിട്ട് നിങ്ങൾ കണ്ടെത്തിയ സൊല്യൂഷൻ ചിന്തിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്റെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാൻ സാധിക്കും, ഞാൻ ഇങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഏത് വലിയ പ്രശ്നം വന്നാലും, എടാ ഇതിനു മുമ്പ് ഞാൻ ഇന്ന പ്രശ്നം പരിഹരിക്കാൻ ഇന്നത് ചെയ്തു. വീട്ടിൽ കറണ്ട് ഇല്ല, ഉടനെ ഞാൻ ഇന്ന ഇത് ചെയ്തു.
വെള്ളം തീർന്നു പോയി. അപ്പൊ മോട്ടോർ ഓൺ ചെയ്യണം, ആ പ്രശ്നം പരിഹരിക്കാൻ മോട്ടോർ ഓൺ ചെയ്യാൻ പോയി. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പഠിക്കാൻ പറ്റാത്ത ഞാൻ പഠിക്കാനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തി, അതിനുള്ള സാധ്യതകൾ കണ്ടെത്തി. അപ്പോൾ ഓൾവേസ് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ സ്ട്രോങ്ങർ ആണ്, നിങ്ങൾ കേപ്പബിൾ ആണ്. നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും, ഒരു സംശയമില്ല. ഞാൻ എന്നെ സ്ട്രോങ് ആക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് മെന്റലി അങ്ങ് വീക്കായി പോകും. അതിന്റെ കാരണം എന്നുള്ളത്, കാരണം എനിക്ക് നല്ലവണ്ണം അറിയാം. അതിന്റെ എന്താണ് കാരണം എന്നുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ സൈക്കോളജിയും കൗൺസിലിംഗ് പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം എന്നുള്ളത്, എടുത്തു ചാടി ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയാണ്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇടയ്ക്ക് പറയും, സാറ് സ്ട്രോങ് ആയിട്ടൊന്നും സംസാരിക്കത്തില്ല, കാരണം അവൻ്റെ മനസ്സിന് വേദന വന്നാലോ എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഈ മർമ്മം അറിയുന്നവൻ സൂക്ഷിച്ച തുടത്തുള്ളതെന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ്. മുമ്പിൽ വന്നിരിക്കുന്ന ആളോട് അയ്യോ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു പോയി അവൻ്റെ മനസ്സിന് വിഷമം വന്നാലോ എന്ന് ചിന്തിച്ചു. അപ്പം മിക്കവാറും ഈ ഫാമിലി കൗൺസിലിംഗ് ആണ് ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത്. കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഓഫീസിൽ വരും. തിരുവനന്തപുരത്ത് നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഓഫീസ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാളും ഭയങ്കര തീവ്രതയാണ് ഫാമിലി പ്രശ്നം പരിഹരിക്കാൻ. കാരണം എയും ബിയെയും പിടിച്ചിരുത്തി ഇവർ രണ്ടുപേരും ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എയുടെ പ്രശ്നം പറയുന്നു, ബിയുടെ പ്രശ്നം പറയുന്നു, പിന്നെ എ കുറച്ച് കള്ളം പറയും, പിന്നെ ബി കുറച്ച് കള്ളം പറയും, പിന്നെ എയും ബിയെയും കൊണ്ടുവരുമ്പോഴായിരിക്കും എയുടെ അച്ഛനും അമ്മയും ബിയുടെ അച്ഛനും അമ്മയും അവരടുത്ത പ്രശ്നം. ഒയ്യോ തലവേദനയായി പോകും. അങ്ങനെ ഇതെല്ലാം പരിഹരിച്ചൊന്ന് സെറ്റായിരിക്കുമ്പോഴാണ് അടുത്ത വേറൊരു കുടുംബം അടുത്ത പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് വി ഹാവ് ടു ഹെൽപ്. അപ്പൊ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മളും അറിയാതെ അങ്ങ് സ്ട്രെസ്ഡ് ആയി പോകും. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നമുക്ക് ഇങ്ങനെ പെയിൻ തരും. പക്ഷേ ഞാൻ കണ്ടെത്തുന്ന ഇതിന്ന് റിലീഫാകാൻ കണ്ടെത്തുന്ന ഒരു മാർഗം, അതിൽ ഒരു മാർഗം എന്ന് പറയുമോ, യു ഷുഡ് നോ യുവർ സ്ട്രെങ്ത്. നേരത്തെ ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ, അന്ന് ഈ സാറും ഉണ്ട്, ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ, ഫാമിലി ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ചാനൽ. ഈ ചാനലിൽ ഇവിടെ അന്നെടുത്ത ക്ലാസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇവിടെ അന്നെടുത്ത ക്ലാസ് എനിക്ക് തോന്നുന്ന ഒരു 3 വർഷം മുമ്പുള്ള സംഭവമാണ്. ആ ചാനലിൽ അതുവരെ സാധാരണ ഈ വീഡിയോ ഒക്കെ, അതും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, 10 മിനിറ്റിൽ കൂടുതൽ ആരും ഒരു വീഡിയോയും കാണത്തില്ല. ഇപ്പം ഈ ക്ലാസ്സിൻ്റെ മുഴുവൻ വീഡിയോ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറുണ്ട്. ഈ 1.5 മണിക്കൂറുള്ള വീഡിയോ നമ്മൾ ആരെങ്കിലും ഇരുന്ന് കാണുമോ? ഇല്ല. അപ്പൊ അന്ന് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരുന്നു. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്, ഇതുപോലെ ഒരു ബ്രേക്ക് പോലും ഇല്ല. നിങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് 10 to 12 ഒറ്റ ഇതിനുള്ള ക്ലാസ് ആയിരുന്നു. വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ ഒരു 6 മാസം ഇങ്ങനെ ഒരു 200 പേര് കണ്ടു, 300 പേര് കണ്ടു. പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഓരോ ദിവസം 1000 പേര് വീതം കാണാൻ തുടങ്ങി ആ വീഡിയോ. എനിക്ക് ഭയങ്കര അതിശയം തോന്നിപ്പോയി. ഇന്ന് ആ വീഡിയോ കണ്ടിരിക്കുന്നത് ഏതാണ്ട് 19 ലക്ഷത്തിലധികം ആളുകളാണ്. അതായത് 2 മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടുകഴിഞ്ഞു. ഇവിടെ ഈ കോളേജിൽ എടുത്ത ക്ലാസ്സാണ്. അപ്പോൾ 1.5 മോട്ടിവേഷൻ എന്നാണ് ആ ഹെഡിങ്ങിന്റെ പേര്. ഞാൻ ഈ പറഞ്ഞു എന്നേ പറയാം. എപ്പോഴൊക്കെ എനിക്ക് മൂഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ഞാൻ കൂടുതൽ സമ്മർദ്ദം നേരിടുന്നോ, നേരെ ഈ വീഡിയോ കയറിയിട്ട് അതിൻ്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കും. ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ, സാറേ ഈ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് ഇന്ന കാര്യം മനസ്സിലായത്, സാറേ വർഷം ഇത്രയായി ഈ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന്, ഏതാണ്ട് 10-15,000 കമന്റുകൾ തന്നെ ഉണ്ട്. ഓരോ കമന്റ് വായിക്കുമ്പോഴും മനസ്സിന് ഭയങ്കര തൃപ്തിയാണ്. കാരണം ഒരു പരിചയമില്ലാത്ത, നമ്മളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ 1.9 മില്യൺ, നിയർലി 10 മില്യൺ, 2 മില്യൺ ആളുകൾ, 20 ലക്ഷം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് അവർ പറയാണ്, സാറേ കൊള്ളാം, സാറേ നന്നായി, സാറേ ഞാനിത് പണ്ടേ കേൾക്കണ്ടായിരുന്നു, എൻ്റെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, ഏത് മലവെള്ളം വന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞാൽ,
നിങ്ങൾക്കുള്ള കപ്പാസിറ്റി തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾക്കുള്ള സാധ്യത തിരിച്ചറിഞ്ഞാൽ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഈ കണ്ണുനീരിന് സത്യം പറഞ്ഞ വിലയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ആവശ്യമില്ലാതിരുന്ന് കരയരുത്. കണ്ണുനീരിന് വിലയുണ്ട്. ആവശ്യമുള്ളപ്പോൾ മാത്രം കരയണം. ഇത് തൊട്ടേനും പിടിച്ചതിനും എല്ലാം എല്ലാവരും കരയണം. ഇനി കരയരുത് കേട്ടോ. ആണുങ്ങൾ പിന്നെ ഒരു ഗുണമുള്ളത്, കണ്ണുനീര് വരത്തില്ലെന്നേ ഉള്ളൂ. അത് എപ്പോഴും മനസ്സിലാക്കണം. ഈ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ കരയുന്ന ആണുങ്ങളാണ്. കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര പുലികളെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. ലോല ഹൃദയങ്ങളാണ്, കണ്ടറിഞ്ഞൂടെ? തൊട്ടാവാടികളാണ് നല്ല പിള്ളേർ. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എപ്പോഴൊക്കെ നിങ്ങൾ മൂഡ് ഔട്ട് ആകുന്നോ, എപ്പോഴൊക്കെ നിങ്ങൾ പവറില്ല എന്ന് തോന്നുന്നു, എപ്പോഴൊക്കെ നിങ്ങൾ പിന്നോട്ട് പോകുന്നോ, ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർത്താൽ മതി. നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും നന്മകൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കൊച്ചുപിള്ളേർ അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കന്മാർ, നമ്മുടെ അനുജന്മാർ, അനുജത്തിമാർ, ഒന്നും വേണ്ട, നിങ്ങൾ തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എത്ര കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആണോ അല്ലയോ? കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ടീച്ചറെ എന്ന് പറഞ്ഞ് അവിടെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ച ടീച്ചറിനെക്കാളും നിങ്ങളെ കണ്ടപ്പോൾ ആവേശത്തോടെ വന്നു. ചിലപ്പോൾ സമ്മാനം ഉൾപ്പെടെ കിട്ടിക്കാണും. അല്ലേ? വാട്ട് ഈസ് ദാറ്റ്? എന്താണ് അതിൻ്റെ മീനിങ്? നിങ്ങൾക്ക് പവർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പിന്മാറാതിരിക്കട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഈ സമ്പർക്ക ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ നന്മകൾ ഉണ്ടാകട്ടെ. ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങൾ സമൂഹത്തെ സ്വാധീനിച്ച, സ്കൂളിനെ സ്വാധീനിച്ച, അവിടുത്തെ പഞ്ചായത്തിലെ സ്വാധീനിച്ച ഏറ്റവും നല്ല അധ്യാപകനായി തീരാൻ ഇടയാകണം. വെറും അധ്യാപകർ മാത്രം പോലെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ചിലപ്പോൾ നിങ്ങളായിരിക്കും ഒരു സ്കൂളിൻ്റെ മാനേജർ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഒരു സ്കൂളിൻ്റെ ഒരു ടോപ്പിലെത്തുന്ന. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഉയർന്ന നിലകളിൽ ചിന്തിക്കുക. എങ്കിലേ നമുക്ക് ഉയർന്ന നിലയിൽ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ we will close our class here. അത്രയും എൻജോയ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഈ ക്ലാസ് കേട്ടത്. അതുപോലെ തന്നെ സാധിക്കുന്ന ഇത്ര എനർജി പ്രസന്റ് ചെയ്യാൻ ഇത്ര സമയം എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തി. അതുപോലെ ഭയങ്കര ഒഴുക്കില്, ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടുള്ള വളരെ ഒഴുക്കില് പറഞ്ഞത് തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അത് തന്നെ ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പറയാനും ആ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാനും സാധിക്കും. അത് തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അതുപോലെ സാർ തന്ന ഓരോ ഐഡിയാസും നമുക്ക് എല്ലാവരും തന്നെ അത് എൻജോയ് ചെയ്യുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഒരുക്കി തന്ന സാറിന് ഞങ്ങളുടെ കുമാരൻ KCTയുടെ വേണ്ടി നന്ദി അറിയിച്ചിട്ടുണ്ട്.